കർത്താവിൻ്റെ കൃപയാൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കാനും ദൈവം എനിക്ക് തന്ന നല്ല അവസരത്തിനും ഭാഗ്യപദവിക്കുമായിട്ട് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ആത്മീയ ശുശ്രൂഷയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല പദവിയും നല്ല കൂട്ടായ്മയായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. വർഷങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും നമുക്ക് തുടരാൻ ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ഇന്ന് ദൈവസനിലായിരിക്കുമ്പോൾ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന് വിലപ്പെട്ട ദാസി ആമേൻ, അപ്പോൾ തന്നെ ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ വർഷങ്ങൾ പിന്നിട്ട വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു എന്ന് പറയുവാൻ കഴിയും. ദൈവത്തിൻ്റെ വലിയ കൃപയും ദൈവ സാന്നിധ്യവും ഒക്കെ അനുഭവിച്ചറിയാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഒത്തിരി ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നടന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാന സമയം വരെയും ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്നു. ഒത്തിരി കാര്യങ്ങളെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾക്കകത്ത് ദൈവം നമ്മളെ നടത്തി. ഒത്തിരി കാര്യങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെട്ടു. അപ്പോൾ തന്നെ മറ്റുള്ളവരുമായുള്ള ബന്ധത്തിൻ്റെ അകത്തും ദൈവം നമ്മളെ പഠിപ്പിക്കാനും അവരെ പഠിക്കാനും അവരെ നമ്മൾ എന്താണെന്നും കർത്താവ് ആരാണെന്നും കർത്താവ് അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായി പഠിക്കാൻ ദൈവം പ്രത്യേക കൃപ കഴിഞ്ഞ വർഷം ദൈവം നമുക്ക് തന്നു. സ്തോത്രം. ഈ ദിവസങ്ങളും നമ്മുടെ മുമ്പോട്ടുള്ള ദിവസങ്ങളൊക്കെ കർത്താവിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിച്ചു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ അത് വെളിപ്പെട്ട് വരുവാൻ ദൈവജനം പ്രത്യേകം പ്രാർത്ഥനയോടായിരിക്കുക. കർത്താവ് നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ. ആമേൻ. മുഖവരകൾക്ക് പ്രസക്തിയില്ല. ദൈവവചനത്തിലേക്ക് നമുക്ക് കടക്കാം. പ്രാർത്ഥിക്കുക. തൊണ്ടയുടെ അസ്വസ്ഥതകൾ ഇപ്പോൾ ഒരു 1-2 മാസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ലാസ്റ്റ് സമയങ്ങളിലൊക്കെ ഒത്തിരി ഓടേണ്ടി വന്നു. 21 ദിവസം ഉപവാസം കഴിഞ്ഞ് പിന്നെ ഒത്തിരി ദിവസം പല മീറ്റിങ്ങുകളൊക്കെ ആയിട്ട് വന്നതുകൊണ്ട് തൊണ്ടയ്ക്ക് ഇച്ചിരി ഒരു അസ്വസ്ഥതകളുണ്ടായി. അതിന് മുമ്പേ കഫക്കെട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായി. പിന്നെ സൗണ്ട് കൂടെ എടുത്തു കഴിഞ്ഞപ്പം ഇച്ചിരി ഒരു അസ്വസ്ഥത ഉണ്ടായി. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വത്ത് നമുക്ക് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് എഫീസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എഫീസ്യ ലേഖനം 5-ന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വായിച്ചു. എഫീസ്യ ലേഖനം 5-ന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യം. അതിനാൽ ദുർനടപ്പുണ്ടാകും. അതാണ് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായുള്ളവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുവീൻ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വായിക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ അകത്തേക്ക് കർത്താവ് ഞങ്ങൾ പ്രവേശിക്കുവാൻ കർത്താവിൽ ഞങ്ങൾ ശരണപ്പെട്ട് അടുത്തു വരുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ഇവിടുന്ന് വെളിപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. ഞങ്ങളുടെ അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടണം. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ഇന്ന് ഈ പ്രഭാതത്തിൽ വെളിപ്പെട്ട് വരുവാൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങളെ കർത്താവ് മുമ്പോട്ട് വിടുവാനൊക്കെ തടയുന്ന ദുഷ്ടൻ്റെ ആധിപത്യങ്ങളെല്ലാം ദൈവമേ ഈ വചനത്തിൻ്റെ അകത്തൂടെ ഇടിയപ്പെടണമേ. ദൈവപ്രവൃത്തിയുടെ വലിയ കരം ഞങ്ങൾക്ക് അനുകൂലമായി ചലിക്കാൻ അവൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നോട്ടം, ചിന്ത, വിചാരം, സംസാരം, പ്രവൃത്തി, കൊടുക്കവാങ്ങലുകൾ, വന്നുപോയിട്ടുള്ള പാപങ്ങൾ, കുറവശങ്ങൾ, ബലഹീനതകളെല്ലാം ദൈവം ഞങ്ങളോട് ക്ഷമിക്കണം. വചനത്തിൻ്റെ പൊരുളുകളെ പരിശുദ്ധാത്മാവ് തിരിച്ചു നൽകണം. ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരണം. 2ാമത്തെ ദിവസം ഈ വർഷത്തിൻ്റെ ആരംഭിക്കുന്ന ഈ സമയം കർത്താവ് ഞങ്ങളെ ഇന്ന് തൊട്ട് നയിക്കുവാൻ ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ദൈവനാമ മഹത്വം എടുക്കും.
ആമേൻ. ദൈവത്തിൻ്റെ വലിയ കൃപ കൂടിയിരിക്കും. വചനത്തിൻ്റെ ശുശ്രൂഷകൾക്കെതിരെ, ആത്മീയ മുന്നേറ്റങ്ങൾക്കും ആത്മീകമായ അനുഗ്രഹങ്ങൾക്കുമെതിരെ ചലിക്കുന്ന സകല ദുഷ്ടന്റെ ആധിപത്യങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അവനതിനെ ദൂരത്തകറ്റി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സമയം കേൾപ്പക്കപ്പെടുന്ന എല്ലാ ദൈവജനവും അവരനുഗ്രഹിക്കപ്പെടുന്നവരായി തീരട്ടെ. ദൈവജനത്തിനനുസരിച്ച് ജീവിപ്പാൻ പ്രസംഗിക്കുന്ന അടിയനും കർത്താവെ കേൾക്കുന്ന ദൈവജനത്തിനും ഒരുമിച്ച് സഹായിക്കും. കർത്താവിൻ്റെ നാമം മാത്രം മഹത്വമെടുക്കും. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമ്മൾ വായിച്ചത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. ആമേൻ. പ്രത്യേകിച്ച് എഫെസ്യ ലേഖനങ്ങൾക്ക് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവ ആത്മാവ് എനിക്ക് തന്ന ദൈവിക സന്ദേശം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ നിന്നും എല്ലാ വാക്യങ്ങളും എടുത്ത് പറയുവാനല്ല, ഒരു ഒറ്റ വേർഡ് മാത്രം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ആത്മാവ് നിറഞ്ഞവരാകുക. സ്തോത്രം. ആത്മാവ് നിറഞ്ഞവരാകുക, ആത്മാവിനാൽ നിറയപ്പെടുക. സ്തോത്രം. അപ്പം നമ്മൾ വായിക്കപ്പെട്ട ദൈവവചനം എഫെസ്യ ലേഖനം 5:18-20 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടല്ലോ, ആത്മാവ് നിറഞ്ഞവരായി. സ്തോത്രം. വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടല്ലോ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് ഇപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. അപ്പോൾ ആത്മാവ് നിറഞ്ഞവരായി ജീവിപ്പാൻ ഈ പുതുവർഷത്തിൽ ആമേൻ, ഈ 2-ാം ദിവസം മുതൽ വീണ്ടും ആമേൻ, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ പരാജയങ്ങളോ, ഏതെങ്കിലും ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ അതിനായിട്ട് തിരിക്കട്ടെ. കർത്താവിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. ഈ ലേഖനത്തിൽ അനേക വിഷയങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വിശ്വാസികളുടെ രക്ഷയിൽ തൻ്റെ കൃപയിൽ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ നിത്യ പദ്ധതികൾ ഈ ലേഖനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ദൈവകൃപയാൽ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം വിശ്വാസ ജീവിതങ്ങൾക്ക്, കർത്താവിനെ പിൻപറ്റുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പദവിയെ ഈ ലേഖനത്തിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിലുപരി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഫെസ്യ ലേഖനം ക്രിസ്തുവിൻ്റെ ശരീരമായി സഭയായിരിക്കുന്ന നമ്മൾ മകൾ സത്യമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അതിപ്പോൾ തന്നെ ഈ സഭയായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന നമ്മൾ അവൻ്റെ സത്യത്തിൽ ഉന്നത സ്ഥാനത്തിന് യോഗ്യമായ ജീവിതം നയിക്കണമെന്നും, അപ്പോൾ തന്നെ ആ ജീവിതം നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീക പോരാട്ടങ്ങൾ അതിൽ അവർക്ക് എങ്ങനെ വിജയിക്കാൻ കഴിയണമെന്നുമാണ് പൗലോസ് ഈ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം, ഇവിടെ നമ്മൾ വായിച്ചത് തുടങ്ങിയത് ഇങ്ങനെയാണ്: വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. സ്തോത്രം. അവിടെ വീഞ്ഞ് കുടിച്ച് മത്തരാകരുതെന്ന് പറഞ്ഞ് പൗലോസ് ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് താൻ അങ്ങനെ സംസാരിക്കുന്നത്. സ്തോത്രം. അതിനു മുമ്പേ ഈ വീഞ്ഞ് കുടിച്ച് മത്തരാകരുതെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. സ്തോത്രം. എന്തുകൊണ്ടാണ് പൗലോസ് വീഞ്ഞ് കുടിച്ച് മത്തരാകരുതെന്ന് പറയുന്നത്? കാരണം എന്താണ്? അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടല്ലോ. അത് ദുഷ്ടപ്രവൃത്തിയാണ്. ദുഷ്ടപ്രവൃത്തിയായതുകൊണ്ട് അതങ്ങനെ ചെയ്യരുതെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ തന്നെ താൻ പറയുന്നു ആത്മാവിൽ നിറയുക. 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, സ്വാധീനം, അതായത് സാമൂഹിക സ്വാധീനത്തെ പറ്റിയാണ് താൻ പറയുന്നത്. സ്തോത്രം. ദൈവജനമായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, കർത്താവിനെ പിൻപറ്റി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വരേണ്ടുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് കൃപാവരങ്ങളല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ പിതാവായ ദൈവം പുത്രനിലൂടെ നമുക്ക്
അവൻ നൽകി തന്നതുകൊണ്ട്, കാൽവരി ക്രൂശിൽ അത് പ്രദർശിപ്പിച്ചുകൊണ്ട്, അവൻ പിതാവ് പുത്രനിലൂടെ നൽകിയതും പുത്രൻ നമ്മളിലേക്ക് കൈമാറിയതുമായിരിക്കുന്ന അവൻ ആ വലിയൊരു ദൈവീകമായ സ്നേഹം, അത് ഈ കാലഘട്ടങ്ങളിൽ, ഈ ദുർനടപ്പ് നടക്കുന്ന ഈ കാലഘട്ടങ്ങൾക്കകത്തും നമ്മൾ ദൈവസന്നിധിയിൽ സാമൂഹിക സ്വാധീനമുള്ളത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ നടുവിൽ നമ്മൾ ദൈവസ്നേഹമുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന അവരെ നോക്കി മാത്രം സ്നേഹിക്കുക എന്നുള്ളതല്ല. സ്തോത്രം. നമ്മളുടെ കൂടെ സെയിം സ്റ്റാറ്റസ് ഉള്ളവർ, ആ സ്റ്റാറ്റസിൻ്റെ അകത്ത് നിൽക്കുന്നവരെ മാത്രം സ്നേഹിക്കുക എന്നുള്ളതല്ല. മറിച്ച് നമ്മളെ സ്നേഹിക്കാൻ കഴിയാത്തവർക്കും, നമ്മളെ പകയ്ക്കുന്നവർക്കും, നമ്മളെ തള്ളിപ്പറയുന്നവർക്കും, നമ്മളോട് നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്കിട്ട് പണി തരുന്നവരെയൊക്കെയും സ്നേഹിക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഈ സാമൂഹികമായിട്ടുള്ള സ്വാധീനത്തിൻ്റെ അകത്ത് അല്ലാതെ പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ദൈവജനമായിട്ട് നിൽക്കുന്നതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സ്തോത്രം. നിങ്ങൾ ആരാണെന്നുള്ള കാര്യം, നിങ്ങൾ ദൈവമക്കളാണ്, ദൈവദാസന്മാരാണ്, എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. സ്തോത്രം. പലപ്പോഴും ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ കുറവശങ്ങളല്ല, പക്ഷെ നമ്മുടെ കുറവശങ്ങളുണ്ട് എങ്കിൽ തന്നെയും ചിലതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ ചില സമയങ്ങൾ എടുത്തിരിക്കണം. സ്തോത്രം. അത് പ്രായമായതുകൊണ്ട് തിരിച്ചറിവ് ലഭിക്കണമെന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയെങ്കിൽ മാത്രമേ അതിൻ്റെ വലിയ അവബോധം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് സാമൂഹികമായിട്ടിരിക്കുന്ന സ്വാധീനത്തിൻ്റെ അകത്ത് പൗലോസ് പരിശുദ്ധാത്മാവിൽ പറയുകയാണ്, നിങ്ങൾ ദൈവസ്നേഹവും അപ്പോൾ തന്നെ ദൈവിക വെളിച്ചമുള്ളവരായും ദൈവിക ജ്ഞാനമുള്ളവരായും ഈ 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം നയിക്കപ്പെടണം. അപ്പോൾ ദുർനടപ്പിന്റെ അകത്തു നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ കഴിയും എന്നാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. 2 ഇതാണ് പഴയതും പുതിയതുമായിരിക്കുന്ന ജീവിതം. സ്തോത്രം. പഴയതും പുതിയതുമായിരിക്കുന്ന ജീവിതം. പൗലോസിന്റെ ജീവിതത്തിൽ മതപരിവർത്തനത്തിന് മുമ്പുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കാൻ പൗലോസ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. സ്തോത്രം. എന്തുകൊണ്ടാണ് നമ്മൾ ആത്മാവിൽ നിറയപ്പെടേണ്ടത്? നമുക്കറിയാം, ഇവിടെ നമ്മൾ വായിച്ചത് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. സ്തോത്രം. ഇത് ഒരു റിക്വസ്റ്റ് അല്ല. ഇതൊരു നമ്മളോട് ബെഗ് ചെയ്യുവല്ല കർത്താവ്. ഇത് പരിശുദ്ധാത്മാവിനാൽ പൗലോസ് എഫീസ്യ സഭകളോട് ബെഗ് ചെയ്യുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ കമാൻഡ്മെൻ്റാണ്, കൽപ്പനയാണ്. നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടുക. നമ്മളൊക്കെ അറിയാം, പാസ്റ്റർമാരെല്ലാം പറയും ആത്മാവിൽ നിറഞ്ഞാട്ടെ, ആത്മാവിൽ നിങ്ങൾ ആരാധിച്ചാട്ടെ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും അവരുടെ എന്തെങ്കിലും പ്രസംഗം വിജയിക്കാനോ അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെളിപ്പെട്ട് വരാനോ ഒക്കെയാണെന്ന്. അതൊന്നുമല്ല. സ്തോത്രം. പൗലോസ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ദൈവിക കൽപ്പനയാണ്. നമ്മൾ ആത്മാവിൽ നിറയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവിക കൽപ്പനയാണ്. സ്തോത്രം. ഇത് ദൈവവചനത്തിന്റെ അടിസ്ഥാനമാണ്. അല്ലാതെ ദൈവദാസന്മാർക്കും പ്രസംഗിക്കുന്ന വ്യക്തിത്വങ്ങൾക്കും പുതിയ തോട്ട്സ് തുറന്നു കിട്ടാനല്ല. സ്തോത്രം. ദൈവകൽപ്പനയാണ്. സ്തോത്രം. നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുക, ആത്മാവിൽ നിറയപ്പെടുക എന്നത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സ്തോത്രം. 2, ഇത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സ്തോത്രം. ഇതൊരിക്കൽ തുടങ്ങി ഒരിക്കൽ അവസാനിക്കുന്നതല്ല. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ. എൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. ഈ വചനം പഠിച്ചപ്പോൾ എനിക്ക് ആഴമായിട്ട് മനസ്സിലായി. സ്തോത്രം. ഒരു സമയത്ത് മാത്രം നമ്മുടെ ജീവിതത്തിൽ ആത്മീകമായിട്ടുള്ള അനുഭവങ്ങൾ ഒത്തിരി നിറയപ്പെടാറുണ്ട്. സ്തോത്രം. പർട്ടിക്കുലർ ഉപവാസ പ്രാർത്ഥനകൾക്കകത്തും ഇയർ എൻഡിങ് മീറ്റിങ്ങിൻ്റെ അവിടെയും അപ്പോൾ തന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ദൂത് കേൾക്കുമ്പോഴും ഇങ്ങനെയുള്ള സൂം മീറ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ കയറിയാലും ഉള്ള നമ്മുടെ ആത്മീകമായ നിലവാരം നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. സ്തോത്രം. ദൈവസന്നിധിയിൽ അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആത്മീക നിറവുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മീക ബന്ധങ്ങൾ, ആത്മീക സംസാരങ്ങൾ, ആത്മീക ആരാധനകൾ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നു എന്നുള്ളത്
ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുന്നവരും അതിൽ നമ്മൾ നിൽക്കുന്നവരുമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ തുടർച്ചയായ പ്രക്രിയയാണ് ഇത് നിറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിഞ്ഞവരായിട്ടിരുന്നാൽ, ദൈവസന്നിധിയിൽ എപ്പോഴും ഒഴിഞ്ഞവരായിട്ടിരുന്നാൽ മാത്രമേ ദൈവം നമ്മളെ നിറയ്ക്കത്തുള്ളൂ. സ്തോത്രം. 1991 പ്രാപിച്ചത് കൊണ്ട് ഇന്നും ഞാൻ പ്രാപിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഞാൻ പ്രാപിച്ചത് കൊണ്ട് ഇന്നും ഞാൻ നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇന്ന് നമ്മളെ നിറയ്ക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ദൈവത്തിന് നമ്മളെ നിറയ്ക്കാൻ നമ്മൾ അനുവദിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിന് നിറയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുക എന്നുള്ളതാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കാൻ തുടങ്ങിയാൽ ഒരു കാര്യം വ്യക്തമാണ്, നാം എന്തായിരിക്കുന്നു എന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, നാം എന്തിലേക്കാണ് പോകേണ്ടതെന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, അതിലേക്ക് നമ്മെ പരിശുദ്ധാത്മാവ് നയിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വരാൻ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, അതിൻ്റെ പൂർത്തീകരണത്തിലേക്കും അതിൻ്റെ പൂർണ്ണതയിലേക്കും വരാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൾക്കും നിറഞ്ഞവനുമേ കഴിയുകയുള്ളെന്നുള്ള കാര്യം വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാണ്. സ്തോത്രം. നമ്മളപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ ഒന്നാമതായിട്ട് സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സ്തോത്രം. പല സമയത്തും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും ദൈവത്തിന്റെ പാദപീഠത്തിൽ നമ്മൾ ഇതുവരെയും വന്നിട്ടും നമ്മളെ നിയന്ത്രിക്കുന്നതൊക്കെ പല സാഹചര്യങ്ങൾക്കകത്തും നമുക്ക് പല മേഖലകൾക്കകത്തും നമ്മെ നിയന്ത്രിക്കുന്നത് മറ്റെന്തൊക്കെയാണ്. സ്തോത്രം. മറ്റെന്തൊക്കെയാണ്. ചില വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ പതറിപ്പോകാറുണ്ട്. ചില പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ആ വിഷയങ്ങൾ നമ്മളെ നിയന്ത്രിക്കാറുണ്ട്. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെട്ടു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടും, ദൈവമാണ് നമ്മളെ നയിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞിട്ടും നമ്മളറിയാതെ നമ്മളെ നിയന്ത്രിക്കുന്ന ചില പൈശാചിക ശക്തികളുണ്ട്. സ്തോത്രം. ചില പൈശാചിക കുടുംബ പാരമ്പര്യ ശക്തികളുണ്ട്. ദേശത്തിന്റെ ശക്തികളുണ്ട്. പോരാട്ടങ്ങളുണ്ട്. ഇതിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വെളിപ്പെടണം. കർത്താവ് ആത്മാവിനാൽ പ്രശ്നങ്ങളുടെ മുകളിൽ ദൈവം അത് നിറയ്ക്കണമെന്നുള്ളതായിരിക്കണം നമ്മുടെ ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്ന ശാപത്തിന്റെ സാധ്യതകൾ, ശാപത്തിന്റെ സാഹചര്യങ്ങൾ, ശാപത്തിൻ്റെതായിരിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കപ്പെടുവാനും നമ്മളെ ശക്തീകരിക്കപ്പെടുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓരോ കുടുംബങ്ങൾക്കകത്തും, ഓരോ ദേശങ്ങൾക്കകത്തും, ഓരോ വ്യക്തിത്വങ്ങൾക്കകത്തും ആത്മീയനാണെന്ന് പറയുന്ന വ്യക്തികളായിക്കോട്ടെ, ആത്മീക ഉള്ളവളാന്ന് പറയുന്ന വ്യക്തികളായിക്കോട്ടെ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ കടന്നു പോയാലും പലപ്പോഴും ദൈവാത്മാവ് നിയന്ത്രിക്കാത്തത് എന്തോ ഒന്ന് പുറത്തു വരുന്നെങ്കിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതും പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമെന്നും അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്നും ദൈവത്തോട് ഏറ്റവും അടുത്ത് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ആത്മാവിൽ നിറയപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിന് ശക്തീകരണം അത് വെളിപ്പെട്ട് വരുവാൻ സമർപ്പിക്കപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിന്റെ അകത്തേക്ക് ദൈവം ചെയ്യുന്ന 7 കൂട്ടം കാര്യങ്ങളുണ്ട്. 7 കൂട്ടം കാര്യങ്ങൾ ആത്മാവിൽ നിറയപ്പെടുന്നവർക്ക് ദൈവം ചെയ്യുന്ന 7 കൂട്ടം കാര്യങ്ങൾ. അത് ആത്മാവിന്റെ അടയാളങ്ങളായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആത്മാവിലെ നിറയപ്പെടുന്ന, ആത്മാവിന്റെ ശക്തിയാൽ സമർപ്പിക്കപ്പെടുന്ന, ആത്മാവിന്റെ ശക്തിയാൽ ബലപ്പെടുന്ന വ്യക്തിത്വങ്ങൾക്ക്
ദൈവം കൊടുക്കുന്ന 7 കൂട്ടം കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും ഇന്ന് പറയാൻ നമുക്ക് സമയമില്ല. ഞാൻ ഓടിച്ച പോയിന്റുകൾ മാത്രമെന്ന് പറയാം. 1 ധൈര്യമാണ്, 2 ആത്മവിശ്വാസമാണ്, 3 അധികാരമാണ്, 4 വെളിപ്പാട്, 5 തിരിച്ചറിവ്, 6 ഔദാര്യമായി കൊടുക്കുന്ന കാര്യങ്ങളാണ്, 7 നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭാരമാണ്. അപ്പോൾ ആത്മാവ് നിറയപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് ആത്മാവ് നിറയപ്പെടുന്നവരുടെ ജീവിതത്തിന്റെ അകത്ത് കൊടുക്കുന്ന ഈ കാര്യങ്ങൾ 7 കാര്യങ്ങൾക്കകത്ത് നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ധൈര്യമാണ്, ബോൾഡ്നെസ് ആണ്. ഈ ബോൾഡ്നെസ്സിന്റെ അകത്ത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അപ്പോൾ ആത്മാവ് നിറഞ്ഞവരാകുക, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകണമെങ്കിൽ അവിടെ ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നു, പ്രാർത്ഥിക്കുക. ബോൾഡ്നെസ്സിന്റെ ആദ്യത്തെ നമ്മുടെ ദൈവിക അടയാളം, ആത്മീക അടയാളം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമേ വെളിപ്പെട്ട് വരത്തുള്ളൂ. സ്തോത്രം. പ്രാർത്ഥനയിലൂടെ നമുക്ക് ധൈര്യമുണ്ടാകത്തുള്ളൂ. പ്രാർത്ഥനയിലൂടെ നമുക്ക് സ്ഥലങ്ങൾ കുലുക്കാൻ പറ്റുകയുള്ളൂ. വിഷയങ്ങളെ പിടിച്ച് നമുക്ക് കുലുക്കാൻ പറ്റുകയുള്ളൂ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന എന്നുള്ള വിഷയം നമ്മുടെ ജീവിതത്തിൽ അതും ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ടാണ് ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടത്. ദൈവത്തിന്റെ വചനം നമുക്കറിയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യത്തെ സംബന്ധിച്ച, കർത്താവ് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച ദൈവരാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദ ഫൗണ്ടേഷൻ, ദ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് പ്രയറാണ്. അപ്പോൾ ആത്മാവിൽ നിറഞ്ഞവനായി ശുശ്രൂഷകൾക്ക് പകൽ മുഴുവനും തൻ്റെ ശുശ്രൂഷ സമയങ്ങൾക്കകത്ത് മൊത്തം താൻ നിറഞ്ഞവനായി ശുശ്രൂഷ ചെയ്യുന്നത് രാത്രിയിലെ തൻ്റെ പ്രാർത്ഥനയാണ്. രാത്രിയിൽ ദൈവാത്മാവുമായിട്ടുള്ള വലിയ ബന്ധം, രാത്രിയിലെ ദൈവസന്നിധിയിലുള്ള തൻ്റെ അടുപ്പത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് തന്നെ ശക്തമായിട്ട് നിയന്ത്രിക്കുന്നു. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ബോൾഡ്നെസ് വെളിപ്പെട്ട് വരുവാൻ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ദൈവാത്മാവ് അവിടെ നിർത്തുന്നു, പ്രാർത്ഥിക്കേണ്ടത് ആവശ്യം. അപ്പോൾ ബോൾഡ്നെസ് നമുക്കില്ലാതെ പോകുന്നു. പലപ്പോഴും ബോൾഡ്നെസ് നമുക്കില്ലാതെ പോകുന്നു. നമ്മളെ കാണുമ്പോൾ ധൈര്യമുള്ളവരാണെന്ന് ചിന്തിക്കുന്നു മനുഷ്യർ. നമ്മുടെ മൂവ്മെന്റുകൾ കാണുമ്പോൾ ധൈര്യമുള്ളവരാണെന്ന് ചിന്തിക്കുന്നു. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ താങ്ങുന്നത് കാണുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും, ഓക്കെ, അവളെ എനിക്ക് താങ്ങാൻ പറ്റി, അല്ലെങ്കിൽ അവനെ എനിക്ക് താങ്ങാൻ പറ്റി എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ചില സാഹചര്യങ്ങൾക്കകത്ത് നമ്മൾ പിടിപെട്ടു പോകുന്ന ചില അവസ്ഥകളുണ്ട്, അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ധൈര്യം ചോർന്നു പോകുന്നു. അവിടെ നമുക്ക് ബോൾഡ്നെസ് കണ്ടെത്താൻ കഴിയത്തില്ല. സ്തോത്രം. ജീവിതത്തിന്റെ അകത്ത് ഭാരം ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, ജീവിതത്തിന്റെ അകത്ത് പ്രയാസങ്ങൾ ഉണ്ടാകത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞേ. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ബോൾഡ്നെസ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ, നമ്മൾ തകരപ്പെട്ട് പോകാതിരിക്കണമെങ്കിൽ, നമ്മളെ തകർക്കുന്ന വിഷയങ്ങൾ, പോരാട്ടങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറി വരുമ്പോൾ അതിൻ്റെ അകത്ത് ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, പ്രാർത്ഥന എത്രയും കൂട്ടേണ്ടിയിരിക്കുന്നു എന്നത് ജീവിതത്തിൽ വളരെ കാര്യമാണ്. സ്തോത്രം. ഈ ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, 21 ദിവസം ഉപവാസം ഇരുന്നിട്ട് കാര്യമില്ല. വീണ്ടും ദൈവസന്നിധിയിൽ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവാത്മാവ് തിരിച്ചറിയിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. ഒരു പർട്ടിക്കുലർ ടൈമിന് വേണ്ടിയും ഒരു പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടി മാത്രം നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി മുൻപോട്ട് വന്നാൽ അതിനല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുമല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ നമ്മളെ കൊണ്ടിട്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ അടുത്ത മൂവ്മെന്റിലേക്കും ദൈവരാജ്യത്തിന്റെ പ്രവർത്തിക്കും വേണ്ടി നമ്മളെ കൊണ്ടിട്ടിരിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ആത്മനിയോഗത്തോടെയും ആത്മാവിന്റെ ധൈര്യത്തോടെയും ചെയ്യുവാൻ നമുക്ക്
വളരെ സ്ട്രഗിൾ ഉണ്ടാകുന്നുണ്ട്. ഈ സ്ട്രഗിള് ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ജനുവരി മാസം 2-ാം തീയതി മുതൽ അത് നമ്മുടെ സകല സാഹചര്യങ്ങളുടെ മേൽ നിന്നും അഴിഞ്ഞു പോകുവാൻ ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ നിറയുമ്പോൾ, അവൻ നിയന്ത്രിക്കപ്പെടുമ്പോൾ, ശക്തീകരിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ നമുക്ക് ധൈര്യമുണ്ടാകും. സ്തോത്രം, ധൈര്യമുണ്ടാകും. ഈ ദിവസങ്ങളിൽ ധൈര്യം കഴിഞ്ഞ വർഷങ്ങളിലും ഈ കേൾക്കുന്ന മിനിറ്റുകൾക്കകത്തും ധൈര്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ മേൽ ഒരു ധൈര്യത്തിന്റെ ആത്മാവ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നിങ്ങളെ പിടിച്ചു കുലുക്കുന്നതായിരിക്കാം. നിങ്ങളെ ആത്മീയ ജീവിതത്തിന്റെ അകത്ത് മുൻപോട്ട് കൊണ്ടുപോകാതെ, ആത്മീകമായിട്ട് നിങ്ങൾക്ക് ഉയരാൻ കഴിയാതെ, നിങ്ങളുടെ ആത്മീയ ശുശ്രൂഷകൾക്കും നിങ്ങളുടെ കുടുംബജീവിതത്തിനും നിങ്ങൾ മുൻപോട്ട് വെക്കുന്ന ദൈവസഭയ്ക്കും നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ധൈര്യം ചോർത്തിക്കളയുന്നതുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയത്ത് അതിന്റെ മുകളിൽ ഒരു നിറവ് ഈ വചനത്തിന്റെ അകത്തൂടെ കർത്താവ് നമുക്ക് നൽകട്ടെ. അപ്പോൾ ധൈര്യം ഉണ്ടാകുക. ധൈര്യം വെളിപ്പെട്ടു വരാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ജീവിതത്തിന്റെ അകത്ത് ധൈര്യം ചോർന്നു പോകുന്ന അനുഭവങ്ങൾ, ധൈര്യം ഉണ്ടെന്ന് കാണിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും ചില വിഷയങ്ങളുടെ നടുവിൽ ധൈര്യം ചോർന്നു പോകുന്ന അനുഭവങ്ങൾക്കകത്ത് നിന്നും നമ്മുടെ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ പുറത്ത് കൊണ്ടുവരട്ടെ. യേശുവിൻ നാമത്തിൽ ചില വ്യക്തിത്വങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ആത്മാവിൽ നിറയപ്പെടാനും ആത്മാവിൽ നിറയപ്പെട്ട വ്യക്തിത്വങ്ങളാണെങ്കിലും ആത്മാവിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരാനും ദൈവിക നിയന്ത്രണത്തിന്റെ അഭിഷേകത്താൽ മുമ്പോട്ട് പോകാനുമൊക്കെ പല വിഷയങ്ങളും അധൈര്യപ്പെടുത്തി കളയുമ്പോൾ ഇന്ന് ഈ പകൽക്കാലം ദൈവാത്മാവി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കമാൻഡ്മെന്റ് ആണ് നിങ്ങൾ ആത്മാവിൽ നിറയുക എന്നുള്ളത്. മടുത്തു പോകരുത്. ദൈവപ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കും. ഒരു വിഷയത്തിന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് കർത്താവെ ഇനി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുകയില്ലല്ലോ, ഞാൻ ഈ വിഷയത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോവുകയാണല്ലോ, ഞാൻ ദൈവത്തിന് മുമ്പോട്ട് വന്നിട്ട് എന്നെ പരാജയപ്പെടുത്തുന്ന വിഷയങ്ങളാണല്ലോ നാളുകളായിട്ട് നിൽക്കുന്നത്, അതിൽ നിന്നും എനിക്കൊന്നൊരു ഓവർകമ്മിങ് നടക്കുന്നില്ലല്ലോ, പുറത്തു വരാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിനൊരു ദൂത് പറയാം. നിങ്ങളെ ധൈര്യമുള്ളവളാക്കി ഈ വർഷം പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറച്ചിരിക്കും. സ്തോത്രം, നിങ്ങളെ നിറച്ചിരിക്കും. നിങ്ങൾ വിട്ടുകൊടുക്കരുത് പൈശാചിക തന്ത്രങ്ങൾക്കകത്തും പൈശാചികന്റെ ഇടപാടുകൾക്കകത്തും നമ്മളുമായി ഉൾപ്പെട്ടു നിൽക്കുന്ന വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾക്കകത്ത് നമ്മളെ ഉലച്ചു കളയുന്നതും നമ്മളെ തകർത്ത് കളയുന്നതും നമ്മളെ മുമ്പോട്ടുള്ള അനുഗ്രഹങ്ങൾക്കും മുമ്പോട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾക്കും പൂർത്തീകരണത്തിനുമൊക്കെയായി തടസ്സം നിൽക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ, പോരാട്ടങ്ങളൊക്കെ മറ്റുള്ള വ്യക്തിത്വങ്ങളിൽ നിന്നും നമ്മളെ ധൈര്യത്തിൽ നിന്നും ദൈവം പകരുന്ന ധൈര്യത്തിൽ നിന്നും നമ്മളെ ചോർത്തിക്കളയാൻ ശ്രമിക്കുന്ന പൈശാചികന്റെ ഇരിപ്പിടങ്ങൾ ഇന്ന് ഈ സമയത്ത്, പ്രഭാതത്തിൽ ഈ സമയത്ത് അതെല്ലാം യേശുവിന്റെ നാമത്തിൽ അത് ഇടിഞ്ഞു പോകട്ടെ. നമ്മുടെ സാഹചര്യങ്ങൾ വിട്ട്, നമ്മളായിരിക്കുന്ന ചുറ്റുപാടുകൾ വിട്ട്, നമ്മളായിരിക്കുന്ന ദൈവസഭ വിട്ട്, നമ്മളുടെ കുടുംബങ്ങൾക്ക്, അന്തരീക്ഷങ്ങൾക്ക് വിട്ട് യേശുവിന്റെ നാമത്തിൽ അത് ഇടിഞ്ഞു പോകട്ടെ. ദൈവിക നിറവ് വെളിപ്പെട്ട് വന്നിട്ട് ദൈവാത്മാവിന്റെ നിറവിൽ ആശ്രയിച്ചിട്ടും ദൈവാത്മാവിന്റെ ശക്തീകരണത്തിന്റെ അകത്തുമായിട്ടും ചില പ്രതിസന്ധികളും പ്രതിഘട്ടങ്ങളും ഉയർന്നു വരുമ്പോൾ അത് മറ്റുള്ള ചിന്തകൾക്കകത്തൂടെ, വാക്കുകൾക്കകത്തൂടെ, പ്രവർത്തികൾക്കകത്തൂടെ, നോട്ടങ്ങൾക്കകത്തൂടെ
ധൈര്യത്തെ ചോർത്തിക്കളയുന്ന ദുഷ്ടന്റെ ആധിപത്യത്തിന്റെ അകത്തുനിന്ന് ദൈവജനത്തെ വിടുവിക്കപ്പെടുത്തുന്ന ഒരു ദൈവാത്മാവിന്റെ പ്രത്യേകമായ ദൈവിക പകർച്ച പരിശുദ്ധാത്മാവ് ഇന്ന് ഈ സമയത്ത് ദൈവാത്മാവ് നമുക്ക് വേണ്ടി തുറന്നു വിട്ടിരിക്കുന്നു. സ്തോത്രം. അത് വേണ്ടവർ പരിശുദ്ധാത്മാവിനാൽ അത് റിസീവ് ചെയ്യുക. സ്തോത്രം. അപ്പോൾ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിത്വത്തിന് ഒന്നാമതുണ്ടാകുന്നത് അവൾ ആത്മാവിൽ ധൈര്യം നിറഞ്ഞവരായി ധൈര്യമുള്ള വ്യക്തികളായിത്തീരും, ധൈര്യമുള്ള വ്യക്തിത്വങ്ങളായിത്തീരും. സ്തോത്രം. ധൈര്യം ചോർന്നു പോകുന്ന അനുഭവത്തിന്റെ അകത്തു നിന്നും ഈ ദിവസങ്ങൾ മുതൽ, ഈ സമയങ്ങൾ മുതൽ, ഈ സെക്കൻഡുകൾ മുതൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരു പുത്തൻ നിറവിന്റെ അകത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ മിനിറ്റുകൾ വരെ പരാജയപ്പെട്ടു പോയെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പുറത്തെടുക്കാൻ പോകുന്നു. സ്തോത്രം. പുറത്തെടുക്കാൻ പോവുകയാണ് കർത്താവ്. നമ്മളെ പുറത്തെടുക്കുകയാണ്. സ്തോത്രം. അപ്പോൾ രണ്ടാമതായിട്ടുള്ള ഘടകം ദൈവത്തിന്റെ അടയാളം. രണ്ടാമതായിട്ടുള്ള ആത്മാവിന്റെ അടയാളം എന്ന് പറയുന്നത് കോൺഫിഡന്റ് ആണ്, ആത്മവിശ്വാസമാണ്. ആദ്യത്തെ പറഞ്ഞു ആത്മാവിലുള്ള ധൈര്യം, ആത്മവിശ്വാസമാണ് രണ്ടാമത്. കോൺഫിഡൻസ് ഉണ്ടാകുക. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം. റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം. മുമ്പിൽ ഞാൻ ആദ്യം പറഞ്ഞത് ധൈര്യമുണ്ടാകുന്നത് പ്രവർത്തികളുടെ പുസ്തകം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4:31. ഇത് എഴുതിയെടുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നത് 4:31. അത് ആത്മാവിലുള്ള ധൈര്യം ഉണ്ടാകുന്നു. 2 ആത്മവിശ്വാസം, കോൺഫിഡന്റ്. ആ വാക്യം ഇതാണ്. റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യമാണ്. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനം കൊണ്ടും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. കണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കുക. ശക്തിയാൽ വരുന്നവർക്ക് ഉണ്ടാകുന്നതാണ് പ്രത്യാശിക്കുന്നതിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷം. കണ്ടോ? സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള. അപ്പോൾ വിശ്വാസമാണ്, ആത്മവിശ്വാസമാണ്. ഇപ്പോൾ ഒത്തിരി നമ്മളെ ഈ ഫോണിലൂടെയൊക്കെ തന്നെ മോട്ടിവേഷൻ നൽകുന്ന ഒത്തിരി വാക്കുകളുണ്ട്, ഒത്തിരി ചിന്തകളുണ്ട്, ഒത്തിരി ചില ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ മോട്ടിവേഷൻ നൽകുന്നു. പക്ഷെ ഈ മോട്ടിവേഷൻ ഒന്നും എല്ലാ കാലങ്ങളിലൊന്നും മനുഷ്യന്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്ന പ്രതിസന്ധികൾക്കകത്ത് അവന് ഒരാത്മവിശ്വാസം കൊടുക്കാൻ കാര്യമൊന്നുമില്ല. സ്വന്തം ഒരു പരിധിവരെ കഴിഞ്ഞേക്കാം. അത് ചില പ്രതിസന്ധികൾക്കകത്തൊന്നും ആ മോഡിഫിക്കേഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ മോട്ടിവേഷൻ ചെയ്യുന്നതുമായിരിക്കുന്ന ഈ ഒരു മെസ്സേജിൻ്റെ അകത്തും ഒന്നും പ്രവൃത്തിയായിട്ട് ഫലമുണ്ടാകത്തില്ല. പക്ഷെങ്കിൽ ദൈവവചനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നമ്മുടെ ഏത് സാഹചര്യത്തിന് നടുവിലും ദൈവാത്മാവ് നമ്മളെ ആത്മവിശ്വാസമുള്ളവരായി നയിക്കും. സ്തോത്രം. കണ്ടോ? അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമ്മൾ പ്രത്യാശിക്കുന്ന ദൈവസന്നിധിയിലും ദൈവിക ശുശ്രൂഷയിലും നമ്മുടെ പ്രാർത്ഥനാ വേളകളിലും നമ്മളായിരിക്കുന്ന വിവിധ സാഹചര്യങ്ങൾക്ക്, അത് ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതമായിക്കോട്ടെ കുടുംബമായിക്കോട്ടെ എന്ത് തന്നെയാണെങ്കിലും ഒരു ആത്മവിശ്വാസത്തിൻ്റെ ആത്മവിശ്വാസം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവൻ്റെ വാക്കുകളിലൂടെ ആയിരിക്കാം, മറ്റുള്ളവർ നമ്മളെ താഴ്ത്തിക്കളഞ്ഞതും ഇകഴ്ത്തിക്കളയുന്നതുമായിരിക്കുന്ന വിഷയങ്ങളായിരിക്കാം. സ്തോത്രം. ഈ ഞങ്ങളുമൊക്കെ ആയിട്ടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന തലമുറകളുമൊക്കെ ബന്ധപ്പെട്ട് എനിക്കൊത്തിരി പഠിക്കാൻ കഴിഞ്ഞ സാഹചര്യം, നമ്മൾ നാട്ടിലൊക്കെ വളർന്നതുകൊണ്ട് നമുക്ക് വേഗത്തിൽ ചില കാര്യങ്ങൾ പറയുന്നത് ക്ലിക്കാകും. സ്തോത്രം. പക്ഷെങ്കിൽ എൻ്റെ ഭാര്യ അടക്കം നോർത്ത് ഇന്ത്യയിലായിരുന്നു ജനിച്ചു വളർന്ന ഈ ആളുകൾക്ക് ഒരു കാര്യം നമ്മൾ അതിനൊരു ഈ ഇവിടെ പറയുന്നത് ഒരു ഡോണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നൈസായിട്ടൊരു കുത്തുവാക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒന്നും പിടികിട്ടണമെന്നില്ല. സ്തോത്രം. ഇത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ എന്നെയാണല്ലോ ഇത് പറഞ്ഞത്
എന്നെയാണല്ലോ അവരിങ്ങനെ പറഞ്ഞെന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ചിലർക്ക് ഉണ്ടാകുന്ന ആത്മവിശ്വാസം കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. പലപ്പോഴും എനിക്കും ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. നമുക്ക് നമ്മളെ ശുശ്രൂഷയിലൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിലും ശുശ്രൂഷയിൽ ഉയർത്താൻ നമ്മളോട് നല്ല വാക്കുകൾ പറയേണ്ടവരും നമ്മൾ പ്രതീക്ഷിക്കുന്നവരുമൊക്കെ നമ്മളെ താഴ്ത്തുകയും അപ്പോൾ തന്നെ അത് ഇനിയും അങ്ങനെയൊന്നുമല്ല ഇങ്ങനെയാ പോകണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തിൽ നിന്ന് നമ്മൾ പ്രാപിച്ച ദൈവിക നിറവിൻ്റെ അകത്തു നിന്നൊക്കെ നമ്മൾ താഴേക്ക് പോകാറുണ്ട്. ദൈവസന്നിധിയിൽ നമ്മൾ കരയാറുണ്ട്. ദൈവസന്നിധിയിൽ നമ്മളെ നിന്ദകൾ അനുഭവിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തു നിന്നും നമ്മുടെ ആത്മവിശ്വാസം, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരുന്ന ആത്മവിശ്വാസത്തിൻ്റെ അകത്തുനിന്ന് നമ്മൾ പുറത്തു പോകാറുണ്ട്. സ്തോത്രം. ഇന്ന് ഈ സമയം നമ്മൾ ദൈവസന്നിധി ഒരിക്കൽ കൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഈ ഒരു സാധാരണ ശബ്ദമായിട്ടാണ് കേൾക്കുന്നതെങ്കിലും ദൈവത്തിന്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വെറുതെ പോകത്തില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇത് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വേദപുസ്തകത്തിന്റെ അകത്ത് എഴുതി വച്ചിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ വചനത്തിന്റെ ശക്തിയെ ഒരു മറ്റ് ശക്തികൾക്കും ബന്ധിക്കാൻ കഴിയത്തില്ലെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനങ്ങൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? നമ്മൾ എന്താണ് മുമ്പോട്ട് നമ്മളൊരു പ്രവർത്തികൾക്ക് വേണ്ടി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിലുള്ള നിയന്ത്രണത്തിൻ്റെ അകത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ നമ്മളെ ആത്മവിശ്വാസത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുമെന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. സ്തോത്രം. 3 ദൈവിക അധികാരമാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ആത്മധൈര്യം, ആത്മവിശ്വാസം. 3 ദൈവിക അധികാരം, അതോറിറ്റിയാണ്. സ്തോത്രം. അതോറിറ്റിയുടെ വാക്യങ്ങൾ കൂടെ ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 10:38. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കുകയും ചെയ്തത് കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ടോ? അപ്പോൾ ഒരു ദൈവിക അധികാരം, പരിശുദ്ധാത്മാവിന്റെ അധികാരം, ആത്മാവിൽ നിറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുത്ത അടയാളമാണ് അധികാരം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, 1 ധൈര്യം, അപ്പോൾ തന്നെ 2 ആത്മവിശ്വാസം, 3 ദൈവിക അധികാരം എന്നുള്ളതാണ്. സ്തോത്രം. ദൈവിക അധികാരം എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ഈ രാവിലെ പുറത്തു കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ധൈര്യമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷനുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടു നിൽക്കുന്ന, ദൈവം പരിശീലിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ആ വ്യക്തിത്വത്തിന് മാത്രമേ ചില പ്രതിസന്ധികളെ തരണം ചെയ്യാനും പ്രതിസന്ധികളെ ഓവർകം ചെയ്യാനും അതിന് ഇടയാകുകയുള്ളൂ. സ്തോത്രം. ദൈവാത്മാവിൻ്റെ വലിയ ഒരു ദൈവിക നിയന്ത്രണം, വലിയൊരു ദൈവിക ശക്തീകരണം പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവാത്മാവ്, ഞാൻ ഉൾപ്പെടെയുള്ള ചിലരുടെ മേൽ ദൈവാത്മാവ് അയക്കുകയാണ്. ദൈവാത്മാവ് എനിക്ക് അങ്ങനെ നിയോഗം തരുന്നു. സ്തോത്രം. ശക്തമായ ദൈവിക ധൈര്യം. സ്തോത്രം. ധൈര്യം ചോർത്തിക്കളയുന്ന, നമ്മുടെ കാലുകളെയും ശരീരത്തെയും ഒക്കെ പിടിച്ചു കുലുക്കുന്ന, മാനസികവും ശാരീരികവും ആത്മീകമായിരിക്കുന്ന സംഘർഷങ്ങൾക്കകത്ത്, പോരാട്ടങ്ങൾക്കകത്ത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്തുള്ള ശക്തിക്കകത്തും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കകത്തും ഈ പകൽക്കാലം
ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ധൈര്യം പകർന്നു നൽകുകയാണ്. സ്തോത്രം. ധൈര്യം പകർന്നു നൽകുകയാണ്. നമുക്കറിയാം, ദാവീദ് എന്ന ഒരു ഭക്തനെ പറ്റി നമുക്ക് വ്യക്തമായി അറിയാം. താൻ രാജപദവിക്കകത്തേക്ക് കയറുന്നതിന് മുമ്പേ, സ്തോത്രം, തന്നെ ദൈവം പരിശീലിപ്പിക്കുന്ന കാലഘട്ടങ്ങൾക്കകത്ത്, തന്നെ ആരും അറിയപ്പെടാതിരുന്ന കാലഘട്ടങ്ങൾക്കകത്ത് അവൻ താൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ നിൽക്കുന്ന ആ ഒരു സാഹചര്യങ്ങൾക്കകത്ത് തന്നെ ആർക്കും അറിയയില്ലായിരുന്നു. തന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തിരുന്ന പരിശീലനങ്ങൾ വ്യത്യസ്തമായിരുന്നു. പരിശീലനങ്ങൾ വ്യത്യസ്തമായിരുന്നത് കൊണ്ട് അവൻ തൻ്റെ മുമ്പിലേക്ക് വന്ന ആ വ്യത്യസ്ത പരിശീലനങ്ങളെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അവൻ ഈ ലോകത്തിന്റെ അധികാരമുള്ളവനും ഈ ലോകത്തിന്റെ ശക്തിയുള്ളവനും അന്നത്തെ കാലഘട്ടങ്ങളിൽ ആ സമയത്ത് അവരെ വെല്ലുവിളിച്ച ഗോലിയാത്ത് എന്ന വ്യക്തി പറഞ്ഞത്. സ്തോത്രം. ദൈവം പരിശീലിപ്പിച്ചത് സിംഹത്തെയും കരടിയെയുമൊക്കെയാണ്. സ്തോത്രം. മൃഗത്തെ കൊണ്ടാണ് ദൈവം പരിശീലിപ്പിച്ചത്. മൃഗങ്ങൾ മുമ്പിൽ വന്നപ്പോൾ ദൈവം പരിശീലിപ്പിച്ചത് ദാവീദിനെ അങ്ങനെയാണ് പരിശീലിപ്പിച്ചത്. തൻ്റെ ആടുകളെ പിടിച്ചു കൊണ്ടുപോയാൽ അവൻ അതിനെ കീറിക്കളയാനുള്ളൊരു വലിയ ധൈര്യം. സ്തോത്രം. തൻ്റെ ആടുകളെയും തൻ്റെ കൂടെയുള്ളവരെയും അവൻ അതിനെ തന്നെ ഏൽപ്പിച്ച അപ്പൻ്റെ ആടുകളെ സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേക ധൈര്യം ദൈവം കാട്ടിൽ വെച്ചാണ് പകർന്നു കൊടുക്കുന്നത്. എന്നാൽ അവൻ താന് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ട്. അവൻ അത് എല്ലായ്പ്പോഴും ഇല്ലായിരുന്നു. ചില ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ആടിനെ തീറ്റാൻ പോവുക എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടങ്ങളിലൊക്കെ ചില ദിവസങ്ങൾ എടുത്തതിന് ശേഷം മാത്രമേ കടന്നു വരത്തുള്ളൂ. അപ്പോൾ താൻ കടന്നു വരുന്ന സമയങ്ങളിലെല്ലാം തൻ്റെ കുടുംബത്തിൻ്റെ ഉള്ള സഹോദരങ്ങളൊക്കെ ആ കാലഘട്ടങ്ങളിലെ അവിടുത്തെ രാജ്യമായിട്ട് സംബന്ധിച്ച് അവർ വളരെ ധൈര്യമുള്ളവരും വളരെ പരിശീലനമുള്ളവരുമായിരുന്നു. വളരെ അധ്വാനശീലരായിരുന്നു. അവർ കുടുംബത്തിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടായിരുന്നു. പക്ഷെങ്കിൽ ദൈവം ദാവീദിനെ പരിശീലിപ്പിച്ചത് മറച്ചു വെച്ചാണ് പരിശീലിപ്പിച്ചത്. സ്തോത്രം. മറച്ചു വെച്ച് പരിശീലിപ്പിച്ചതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം അവന്റെ ധൈര്യം ലോകത്തിന്റെ മുമ്പിലും അഭിഷേകമുള്ളവന്റെ ദൈവപ്രവൃത്തി കാണിക്കാൻ അവൻ മറച്ചു വെച്ചതിൽ നിന്നും പുറത്തു കൊണ്ടുവരികയാണ്. സ്തോത്രം. അപ്പോൾ മറച്ചു വെച്ച പൂണിക്കകത്ത് ദൈവം മറച്ചു വെച്ച ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ഈ വർഷം പുറത്ത് കൊണ്ടുവരുമെന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ തകർന്നു പോയി, കർത്താവെ എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല, ദൈവത്തിന്റെ ആത്മാവ് ഇനി എന്തായിത്തീരുമെന്നൊക്കെ പറയുന്ന ദൈവജനത്തോടും ദൈവമക്കളോടും ഇന്നിവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് എനിക്കൊരു പറയാനൊരു കാര്യമുണ്ട്. നിങ്ങളെ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ദൈവം, കേട്ടോ. പരിശീലിപ്പിക്കുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളല്ല, സ്തോത്രം, പരാജയങ്ങളെന്ന് നിങ്ങളെ തോന്നിപ്പിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തും ദൈവം നിങ്ങളെ ധൈര്യത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വിഷയത്തിന്റെ അകത്തും കടക്കാതെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുകയല്ല, കേട്ടോ. പ്രശ്നം ഉണ്ടാകാതെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുകയല്ല. സിംഹം നിങ്ങളുടെ മുമ്പിൽ വരാതെ നിങ്ങൾക്ക് അതിനെ കീറിക്കളയാൻ പറ്റത്തില്ല. കരടി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ അതിനെ തകർത്ത് കളയാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന സാഹചര്യങ്ങൾ അത് നമ്മുടെ മുമ്പിൽ വരാതിരുന്നാൽ നമുക്ക് ധൈര്യമുണ്ടാകത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ആത്മീയ നിയന്ത്രണത്തിൽ ചലിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് ധൈര്യമുണ്ടാകണമെങ്കിൽ ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും. സ്തോത്രം. പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ പ്രശ്നം നമ്മളെ തകർത്ത് കളഞ്ഞെന്ന് നമ്മൾ ചിന്തിക്കും. അയ്യോ, ഇനി എന്തായിത്തീരും, അയ്യോ ഇനിയും അത് എങ്ങനെ സംഭവിക്കുമെന്നൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം ദൈവം തരുന്നത് ഇങ്ങനെയാണ്: നീ പ്രശ്നത്തിന്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ നിന്റെ പരാജയമല്ല, ദൈവത്തിന്റെ പരിശീലനമാണ്. സ്തോത്രം. ഞാൻ മനസ്സിലായോ? പരാജയമല്ല, നിന്നെ ദൈവം പരിശീലിപ്പിക്കുകയാണ്. മൃഗതുല്യമായി പോകുന്ന ചില പരാജയങ്ങളും പരിശീലനങ്ങളും നിന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടിടുന്നു. സ്തോത്രം. നിനക്ക് തോന്നും അത് പരാജയമാണെന്നോ,
പക്ഷെ ദൈവത്തിന് നിന്നെ പരിശീലിപ്പിക്കുന്ന ദൈവിക പദ്ധതിയാണ്. സ്തോത്രം. ഒത്തിരി വിഷയങ്ങൾക്കകത്ത് നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ടും ഉയർന്നു വരുന്ന ചില വിഷയങ്ങൾ, ദൈവസന്നിധിയിൽ നിന്നിട്ടും ഉയർന്നു വരുന്ന ചില സാധ്യതകൾ, ദൈവത്തിന്റെ സന്നിധിയിൽ വില കൊടുത്തിട്ടും ആത്മീയ നിയന്ത്രണത്തിനകത്ത് മുൻപോട്ട് പോയിട്ടും നിന്നെ മുമ്പോട്ട് കൊണ്ടുവരികയില്ല. നിന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മധൈര്യം അവൻ നിനക്ക് വെളിപ്പെടുകയില്ലെന്നും പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പോരാട്ടങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെയും ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ അകത്തൂടെയും ദൈവാത്മാവ് ഈ 2026 രണ്ടാമത്തെ ദിവസം മുതൽ അവൻ വലിയൊരു തിരിവ് ദൈവാത്മാവിനാൽ സംഭവിക്കട്ടെ. ഇന്ന് ഈ സമയം മുതൽ യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ തിരിവ് പരിശുദ്ധാത്മാവ് ചിലരോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് നൽകുന്നു. യേശുവിന്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ. അതിനെ തടയുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളും ഞങ്ങൾക്ക് മുമ്പിൽ അത് വഴിമാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് വഴിമാറണം. നസറേനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അധികാരത്തോടെ ഞങ്ങൾ ഈ സമയം ദൈവത്തിന് ധൈര്യമുള്ളവരായി പുറത്തു വരാൻ ദൈവാത്മാവ് ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആത്മധൈര്യമുള്ളവനായി പുറത്തു കൊണ്ടുവന്നത് ദൈവം മറച്ചു വെച്ച് പരിശീലിപ്പിച്ചിട്ടാണ്. അപ്പോൾ ഈ വർഷം ഒരു കാര്യം വ്യക്തമാണ്, ദൈവം ആത്മധൈര്യമുള്ളവളാക്കി മറച്ചു വെച്ചതിനെ ദൈവം ഈ വർഷം പുറത്തു കൊണ്ടുവരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് തോന്നുന്ന പരാജയങ്ങളും നിങ്ങൾക്ക് തോന്നുന്ന പരാജയമാണെന്നാണ്. നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന വിഷയത്തിൻ്റെ അകത്ത് നിങ്ങൾ പരാജയപ്പെട്ടു പോയി. നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് പരിഹരിക്കപ്പെട്ട് പുറത്തു വരാൻ കഴിഞ്ഞില്ല. അയ്യോ, നിങ്ങൾ ആ പരിഹരിക്കപ്പെടാതിരുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലും കുടുംബത്തിന് മുമ്പിലും ചാർച്ചക്കാരുടെ മുമ്പിലും ദൈവമക്കളുടെ മുമ്പിലും ഒക്കെ നിങ്ങൾ നിന്ദിക്കപ്പെട്ട് കാണാമായിരിക്കാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അത് നിങ്ങളുടെ പരാജയമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും മറ്റുള്ളവർ നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച് വിലയിരുത്തിയാലും ഒരു കാര്യം വ്യക്തമാണ്, ആത്മാവിൽ നിറയപ്പെടാനും ആത്മാവിന്റെ നിയന്ത്രണത്തിനകത്തും ആഗ്രഹിക്കുന്ന നിന്നെ ദൈവം ഒരിക്കലും പരാജയപ്പെടുത്തത്തില്ല. നിന്നെ ഒരിക്കലും ദൈവം തള്ളിക്കളയത്തില്ല. നിന്നെ ഒരിക്കലും ദൈവം കൈവിട്ടു പോകത്തില്ല. നിന്നെ മറച്ചു വെച്ച ഒരു പൂണിയാക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ അകത്ത് നിന്റെ ധൈര്യം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. നിന്റെ ധൈര്യം എല്ലാവർക്കും ഉള്ള ധൈര്യം പോലെയല്ല. നിന്നെ പരിശീലിപ്പിക്കുന്ന പ്രശ്നത്തിലൂടെ ദൈവം നിനക്ക് അതിനകത്ത് തരുന്നത്. സ്തോത്രം. എല്ലാവരും കടന്നു പോകുന്ന പ്രതിസന്ധി കൂടെ അല്ല നീ കടന്നു പോകുന്നെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, എല്ലാവർക്കും കയറി നിൽക്കാൻ കഴിയാത്ത ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യം നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരും. സകലരും അതിന്റെ മുമ്പിൽ ഉണ്ടാകും. പക്ഷെ ധൈര്യമുള്ളവളായി നിന്നെ കർത്താവ് പർട്ടിക്കുലറായിട്ട് ചില വിഷയത്തിൻ്റെ അകത്തൂടെ നീ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോലും ഈ 2026 കാലെടുത്ത് വെച്ചിട്ട് പോലും നിന്റെ ജീവിതത്തിൽ പരാജയമെന്ന് തോന്നുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ ബോൾഡാക്കി നിന്നെ ഒരാത്മധൈര്യമുള്ളവനും ഉള്ളവളുമാക്കി, ഉള്ള ദാസനും ദാസിയുമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തെടുക്കാൻ പോകുന്നു. ഞാൻ ദൂത് പറയാതിരിക്കുന്ന ചിലരുടെയൊക്കെ ദൂത് ഉണ്ട്. സ്തോത്രം. പക്ഷെ ഞാൻ മെസ്സേജ് പറഞ്ഞിട്ട് ദൂത് പറയുന്നതായിരിക്കും. സ്തോത്രം. അപ്പോൾ ആത്മധൈര്യമുള്ള വ്യക്തിത്വമാക്കി ദൈവം കാട്ടിൽ നിന്നും ദാവീദിനെ പുറത്തു കൊണ്ടുവരിക, നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. നാട്ടിലേക്ക് പുറത്തു കൊണ്ടുവരുമ്പോൾ പലരും ഗോലിയാത്തിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ പരിശീലനം പ്രാപിച്ച മിലിറ്ററിക്കാരുണ്ട്. അതിൻ്റെ അകത്ത് തൻ്റെ കുടുംബത്തിന്റെ അകത്തുള്ള തൻ്റെ സഹോദരന്മാരുണ്ട്. അവിടെ നിൽക്കുന്ന രാജാവുണ്ട്, ശൗൽ ഉൾപ്പെടെയുള്ള രാജാവുണ്ട്. രാജാവ് പരിശീലനമുള്ളവനാണ്. രാജാവിന്റെ കീഴിലുള്ള മിലിറ്ററിക്കാർക്ക് പരിശീലനമുണ്ട്. പക്ഷെങ്കിൽ ഗോലിയാത്ത് എന്ന വ്യക്തിയുടെ മുമ്പിൽ ഈ പരിശീലനത്തിനോ ഈ അവർക്കുള്ള സന്നാഹങ്ങൾക്കോ ഒന്നും ഈ ഗോലിയാത്തിന്റെ മുമ്പിൽ ഒരു ധൈര്യം ഉണ്ടായില്ല നേരെ നിൽക്കാൻ. ഗോലിയാത്ത് വെല്ലുവിളിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്, നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്തിട്ട് എന്റെ നേരെ വിട്. സ്തോത്രം. കണ്ടോ, അവൻ ഒറ്റയ്ക്കാണ് വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുക്ക, അവനെ വിട്. അവൻ എന്നെ ജയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കീഴടങ്ങാം. എന്നാൽ ഞാൻ നിങ്ങളെ ജയിച്ചാൽ നിങ്ങൾ എനിക്ക് അടിമകളാകണം. ഇതാണ് അവൻ വെക്കുന്ന ടാർഗറ്റ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്,
നമ്മൾ ശരിക്കും ദൈവത്തിന്റെ വചനത്തിൽ മനസ്സിലാക്കിക്കോണം. രക്ഷ വ്യക്തിപരമാണ്. രക്ഷ വ്യക്തിപരമായിരിക്കുന്നത് കൊണ്ട് പിശാച് വ്യക്തിപരമായി തകർക്കാനാണ് ശ്രമിക്കുന്നെന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. അപ്പോൾ ഒറ്റയ്ക്കാണ് പിശാച് നമ്മളെ വെല്ലുവിളിപ്പിച്ച് തോപ്പിക്കുന്നത്. സ്തോത്രം. ഒറ്റയ്ക്ക് നമ്മളെ ഒറ്റയ്ക്കായിരിക്കുന്ന അനുഭവത്തിന്റെ അകത്ത് പിശാച് നമ്മളെ തകർത്ത് കളയുന്ന ചില മണ്ഡലങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ ദൈവം ഈ 2026 കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെ പിശാച് രഹസ്യത്തിൽ നിന്നെ പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്നെ മറ്റുള്ള വ്യക്തിത്വങ്ങളുടെ മുമ്പിൽ അധൈര്യപ്പെടുത്തി തകർത്ത് കളഞ്ഞ ചില വിഷയങ്ങളുണ്ടെങ്കിൽ ദൈവാത്മ പറയുന്നു, അത് ഈ ദിവസം കൊണ്ട് ദൈവം സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രാർത്ഥനാനിരതമായിരിക്കുന്ന ജീവിതം നയിച്ചോ, ആത്മാവിൽ നിയന്ത്രിക്കപ്പെടണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചോ. അവൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അവൻ നിന്റെ മേൽ വെളിപ്പെടുത്താൻ ദൈവത്തിന് സമയമായി. നിന്നെ പുറത്തു കൊണ്ടുവരുന്ന, നിന്നെ ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി അവൻ ദൈവാത്മാവിനാൽ നിന്നെ നിയന്ത്രിക്കുന്ന ഒരു സമയമാണ് ഈ 2026 ആരംഭങ്ങൾ മുതൽ. ഇത് അവസാനിക്കുന്ന സമയങ്ങൾക്കകത്തല്ല, അവനൊരു പർട്ടിക്കുലർ ടൈമിന്റെ അകത്ത് മാത്രമല്ല. അവൻ ദൈവത്താൽ നീ കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവനും പിന്നിട്ട നാളുകളിൽ മുഴുവനും നീ പ്രാർത്ഥിക്കുകയും നീ അവൻ ഉപവസിക്കുകയും നീ ദൈവസന്നിധിയിൽ നിയന്ത്രിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് നിന്റെ ജീവിതത്തിൽ നിനക്ക് തന്നെ തോന്നുന്ന ചില പരാജയങ്ങളെ ദൈവം പരിശീലനമാക്കി മാറ്റിയിട്ട് ആ പരിശീലനത്തിന്റെ അകത്തു നിന്നും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ നീ ഒരു ആത്മധൈര്യമുള്ളവനായി, ധൈര്യം ഉള്ളവളായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പലരും വെല്ലുവിളി കേട്ടിട്ടുണ്ട്, പലരും വെല്ലുവിളിയുടെ നടുവിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ ദൈവം നിന്നെ നിർത്തുന്നതായിരിക്കും. സ്തോത്രം. ഇവിടെ കണ്ടോ, വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ ഒറ്റ കുഞ്ഞുങ്ങളില്ല. രാജാവ് ഉൾപ്പെടെയുള്ള ആളുകൾ വെല്ലുവിളി ഏറ്റെടുക്കാനില്ല. ആരുടെ വെല്ലുവിളിയെ, ഗോലിയാത്തിന്റെ വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ ഒറ്റ വ്യക്തികളും മുമ്പോട്ട് വരുന്നില്ല. സ്തോത്രം. അപ്പോൾ വ്യക്തിപരമായുള്ള വെല്ലുവിളികൾ, സാത്താന്യ മണ്ഡലങ്ങൾ നമുക്ക് നേരെ പതിയിരിപ്പെടെന്നുള്ള കാര്യം വ്യക്തമാണ്. ആത്മീക പോരാട്ടമായിട്ടുള്ള ബന്ധത്തിൽ വ്യക്തിപരമാണ് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ സൂം പ്ലാറ്റ്ഫോമിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് വേണ്ടി 10 ആൾക്കാർ കാണും. നമ്മൾ ഇവിടുന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ 10 ആൾക്കാർ കാണും. പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. പൈശാചികന്റെ പോരാട്ടങ്ങളും ദൈവത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന സാഹചര്യങ്ങൾക്കകത്ത് നമ്മൾ ഇതിൻ്റെ അകത്തല്ല ഒറ്റയ്ക്കേ കാണത്തുള്ളൂ. പിശാച് നമ്മളെ ഒറ്റയ്ക്കാണ് വെല്ലുവിളിക്കുന്നത്. ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നീ പരാജയത്തിന്റെ അകത്തൂടെ നിനക്ക് തോന്നുന്ന ചില വിഷയങ്ങൾക്കകത്ത പരാജയമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് ഇതുവരെ എനിക്ക് അതിൻ്റെ അകത്തുനിന്നൊരു വലിയ മാറ്റം ഉണ്ടാകാൻ കഴിഞ്ഞില്ല, ആ വിഷയത്തിൻ്റെ അകത്തുനിന്ന് എനിക്ക് പുറത്തു വരാൻ കഴിഞ്ഞില്ലെന്ന് ഈ 2026 രണ്ടാമത്തെ ദിവസം ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നിന്നെ കർത്താവ് പരിശീലിപ്പിച്ച പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. അത് ഈ വർഷങ്ങൾ ആരംഭിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവർത്തികൾ നിനക്ക് വേണ്ടി ചലിക്കുന്ന ദിവസങ്ങളാണ്. പ്രവർത്തികൾ ദൈവം നിനക്ക് വേണ്ടി അഴിച്ചുവിടുന്ന ദിവസങ്ങളാണ്. അപ്പോൾ കണ്ടോ, അപ്പോൾ പലർക്കും ധൈര്യമില്ലാതിരുന്ന സമയത്ത് ദാവീദ് പറയാണ്, ഞാൻ നേരിടാം. കണ്ടോ, ഞാൻ നേരിടാം. സ്തോത്രം. പരിശീലനമുള്ളവരുണ്ട് കേട്ടോ, അവിടെ പ്രതിസന്ധികൾ ഉള്ളവരുണ്ട്, പ്രവർത്തികൾ ചലിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഗോലിയാത്തിന്റെ മുമ്പിൽ നിലനിൽക്കാൻ, അവന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ അവർ ധൈര്യപ്പെട്ടു വന്നില്ല. അവർ പുറകോട്ട് മാറിയതേ ഉള്ളൂ. സ്തോത്രം. സൈന്യത്തിന്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു, യുദ്ധം ചെയ്യാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ദേശത്ത് യുദ്ധ സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യം ഒറ്റ കുഞ്ഞുങ്ങൾക്കില്ലായിരുന്നു. സ്തോത്രം. രാജാവ് ഉൾപ്പെടെയുള്ള ഒരുത്തർക്കുമില്ലായിരുന്നു. ദാവീദിന്റെ കുടുംബത്തുള്ള ഒറ്റ വ്യക്തികൾക്കും ആ ധൈര്യം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. പക്ഷെ ദാവീദ് പറയുകയാണ്, ഞാൻ ഇവനെ തകർത്ത് കളയും. സ്തോത്രം. എന്തുകൊണ്ടാ? ഈ ജീവനുള്ള
ജനത്തിന്റെ നിരകളെ വെല്ലുവിളിക്കുന്ന ഇവനെ ഞാൻ തകർത്ത് കളയുമെന്നാണ് അവൻ ദാവീദ് ധൈര്യം പ്രാപിച്ച് മുൻപോട്ട് വന്നത്. കണ്ടോ, ജീവനുള്ള ദൈവത്തിന്റെ നിരകളെ കണ്ടോ, ദൈവത്തിന്റെ ജനത്തെ തകർത്ത് കളഞ്ഞവനെ, വെല്ലുവിളിക്കുന്നവനെ ഞാൻ തകർക്കും. കണ്ടോ, നിന്നോട് വെല്ലുവിളി വ്യക്തിപരമാണെന്ന് നീ മനസ്സിലാക്കിക്കോണം. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തോണം, നിന്നെ ദൈവം വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ, നീ മുഖാന്തരം ചില സൈന്യം, ചില അസ്ഥികൾ പുറത്തു വരാനുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ബീനാൻഡിയോട് ദൈവാത്മദൂത് പറയുന്നു കേട്ടോ. സ്തോത്രം. നീ മുഖാന്തരം ചില അസ്ഥികൾ വേർപെട്ട് കിടക്കുന്നത് പരിശുദ്ധാത്മാവ് വളരെ ധൈര്യം നൽകിയിട്ട് പിന്നിലേക്ക് പോയ വർഷങ്ങൾ, പിന്നിലേക്ക് പോയ വിഷയങ്ങൾക്കകത്ത് നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വർഷം കർത്താവ് ചില കാര്യങ്ങൾ ദൈവാത്മാവ് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നു. 2-ാമത്തെ മാസം മുതൽ, ഫെബ്രുവരി മാസം മുതൽ, ഫെബ്രുവരി 15, 16 ഈ ഡേറ്റുമായി ബന്ധപ്പെട്ട ചില ദൈവിക പ്രവർത്തികൾ ജീവിതത്തിന്റെ അകത്ത് ദൈവാത്മാവ് ചെയ്യിക്കാൻ പോകുന്നു. ധൈര്യം ചോർത്തിക്കളഞ്ഞ വലിയ വിഷയങ്ങൾ, അത് ദേശത്ത് അപമാനമായി നിൽക്കുന്നത്, അത് കുടുംബത്ത് അപമാനമായി നിൽക്കുന്നത്, അത് ദൈവസഭകൾക്ക് അപമാനമായി നിൽക്കുന്നത്, അത് ദൈവനാമത്തിന് വരെ ദുഷിയെന്ന് തോന്നുന്നത്, അങ്ങനെയുള്ള ചില വിഷയങ്ങൾക്കകത്ത് എല്ലാവർക്കും അതിനകത്ത് ധൈര്യം കാണിച്ച് പ്രാർത്ഥിക്കാനോ ധൈര്യം കാണിച്ച് അതിൻ്റെ അകത്തേക്ക് വരാനോ കഴിയാത്ത സാഹചര്യങ്ങൾക്കകത്ത് അവർ ഒഴിഞ്ഞു പോകുന്ന വിഷയങ്ങൾക്കകത്ത് കർത്താവിന്റെ മകളെ ദൈവം പുറത്തു കൊണ്ടുവന്നിരിക്കും. പുറത്തു കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യമൊന്നേ ഉള്ളൂ. നിന്നെയാണ് ശത്രു ഒറ്റയ്ക്ക് വെല്ലുവിളിച്ചതെങ്കിലും അത് നിന്നിലൂടെ അസ്ഥികളെ ജീവിപ്പിക്കാനുള്ള ഒരു ദൈവിക അധികാരം മറഞ്ഞു കിടക്കുന്നത് വെളിപ്പെടുത്തിക്കൊണ്ടുവരുന്ന പരിശീലന ദിവസങ്ങളായിരുന്നു. പിന്നിട്ട ദിവസങ്ങളും ഈ എൻഡ് ഓഫ് ഈ ടൈം വരെ ദൈവാത്മാവ് നിന്നിലൂടെ ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. വളരെ ഡീപ്പായിട്ട് ദൈവാത്മാവ് പറയുന്നു, അസ്ഥി വേർപെട്ട് കിടക്കുന്നത് പോലെ. ഓ ഹല്ലേലൂയ. അങ്ങനെയുള്ള ചില വിഷയങ്ങൾ, ദൈവം യോജിപ്പിച്ച ചില വിഷയങ്ങൾ, എന്നാൽ മനുഷ്യൻ അതിനെ അകറ്റിക്കളയുന്ന അങ്ങനെയുള്ളത് ചിലത് പരിശുദ്ധാത്മാവിനാൽ ആത്മധൈര്യത്തിന്റെ അകത്ത് മുന്നിലേക്ക് വന്നിട്ട് പ്രാർത്ഥനയിൽ അതിനെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ദൈവപ്രവർത്തികൾക്കകത്ത് മനുഷ്യനും കോടതികൾക്കും കുടുംബങ്ങൾക്കും മറ്റുള്ള വ്യക്തിത്വങ്ങൾക്കും പരിഹരിക്കാൻ കഴിയാത്തത് ദൈവം നിന്നെ കൊണ്ട് പരിഹരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. ഡൈവേഴ്സ് പോലുള്ള ചില വിഷയങ്ങൾ നിന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവാത്മ പറയുന്നു, ചില വിഷയങ്ങളുടെ നടുവിൽ നിനക്ക് തന്നെ തോന്നി എന്ന് പറഞ്ഞാലും, അത് പരിഹാരമില്ലെന്ന് തോന്നിയാലും ദൈവാത്മാവിന് അതിന്റെ പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. അസ്ഥി വേർപെട്ട് കിടക്കുന്നത് വീണ്ടും വേർപെടുത്തി കളയാനല്ല ദൈവം ആത്മധൈര്യം നൽകുന്നത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് തകർത്ത് കളയാനോ വേർതിരിക്കാനോ കഴിയത്തില്ല. ദൈവത്താൽ ചില യോജിപ്പിക്കലുകൾ, ദൈവത്താൽ ചില കൂട്ടിമുട്ടലുകൾ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന്, ദൈവദാസിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ആലോചനകൾ കൈമാറുന്നു. ഒറ്റയ്ക്ക് വെല്ലുവിളിച്ചവരോട് ദൈവാത്മാവ് പറയുന്നു, ഒറ്റയ്ക്കാണ് നിന്നെ വെല്ലുവിളിച്ചത്, ഒറ്റയ്ക്കാണ് നിന്നെ തകർത്ത് കളയാൻ പിശാച് പദ്ധതിയിട്ടത്. അത് പല സാഹചര്യങ്ങൾക്കകത്തൂടെ ആയിരിക്കാം. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നിന്നെ കരയിപ്പിച്ച വിഷയങ്ങൾക്കകത്തും നിന്നെ താഴ്ത്തിക്കളഞ്ഞ വിഷയങ്ങൾക്കകത്തും നിന്നെ ഇനിയും മുമ്പോട്ട് ഒരിക്കലും ഉയർത്തിക്കൊണ്ടുവരികയില്ലെന്ന് വെല്ലുവിളിച്ച വിഷയത്തിന്റെ അകത്തും ദൈവാത്മാവ് പറയുന്നു, ഈ വർഷം നിന്നെ കർത്താവ് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം വരെ ഈ വർഷം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന വർഷങ്ങളാണ്. നിന്നെ കൊണ്ട് കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള വർഷങ്ങളാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ദൈവം നിന്നെ നിർത്തും. അധൈര്യമായി പോയ വിഷയങ്ങളുടെ നടുവിൽ തന്നെ ആത്മധൈര്യമുള്ളവളായി, ആത്മധൈര്യമുള്ളവനാക്കി ദൈവത്തിന് നിർത്താൻ പദ്ധതിയുണ്ടെന്നുള്ള കാര്യം
മറന്നു പോകരുത്. ഞാൻ പർട്ടിക്കുലറായിട്ട് ഒരാളോട് ദൂത് പറഞ്ഞെങ്കിലും ഈ വചനം പലരോടുമുള്ളതാണ്. സ്തോത്രം. ദൈവാത്മാവ് അവൻ പറഞ്ഞതൊന്നും വെറുതെ പോകത്തില്ല. കരിങ്കല്ലിന് കാറ്റടിക്കുന്ന പോലെ ദൈവവചനം പറഞ്ഞാലും ദൈവത്തിന്റെ വാക്കുകളൊന്നും വെറുതെ പോകത്തില്ല. എന്നാൽ ഈ വാക്കുകളൊക്കെ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞതാണെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ആത്മധൈര്യമുള്ളവളാക്കി, ഉള്ളവനാക്കി, ഉള്ള ദാസന്മാരും ദാസമതികളുമാക്കി ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നെ മറച്ചു വച്ചിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പൂണിക്കകത്ത് നിന്നെ മറച്ചു വച്ചിരിക്കുകയായിരുന്നു. ഈ വർഷം നിന്നെ മറച്ചു വെക്കാനല്ല, കാറ്റിൽ നിന്നും ദാവീദിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ ചില വിഷയങ്ങൾക്ക് മുമ്പിൽ പലരും പകച്ചു നിൽക്കുന്ന, പലരും വേണ്ടെന്ന് വെച്ച് നിൽക്കുന്ന, പലരും ഇട്ടേച്ചു പോകുന്ന, പലർക്കും കാലെടുത്ത് വെക്കാൻ ഭയം തോന്നുന്ന അങ്ങനെയുള്ള ചില വിഷയങ്ങൾക്കകത്ത് നിന്നെ പ്രാർത്ഥിക്കാനും ആ വിഷയത്തിന്റെ അകത്ത് നിനക്ക് അറ്റൻഡ് ചെയ്യാനും പരിശുദ്ധാത്മാവ് നിന്നെ ഈ വർഷങ്ങളിൽ ദൈവം പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്നുള്ള കാര്യമാണ്. ഗോലിയാത്തിനെ വെല്ലുവിളിക്കണമെങ്കിൽ, ഗോലിയാത്തിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ നിൽക്കണമെങ്കിൽ അത് ഒറ്റയ്ക്കുള്ള പരിശീലനത്തിനകത്തൂടെ മാത്രമേ നടക്കത്തുള്ളൂ. കൂട്ടത്തോടെയുള്ള പരിശീലനത്തിന്റെ അകത്തല്ല. ഒറ്റയ്ക്ക് നീയും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, ലോകത്ത് നിന്നും വേർപെട്ട, ലോകത്തിന്റെ ശക്തികളിൽ നിന്നും ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്നും നീ വേർപെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ പലരും ഭയപ്പെടുന്ന വിഷയത്തിന്റെ അകത്തേക്കും, ദൈവം നിന്നെ പലർക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത വിഷയത്തിന്റെ അകത്തേക്കും, പലരും പകച്ചും അറച്ചും മാറി നിൽക്കുന്ന വിഷയത്തിന്റെ അകത്തുനിന്നും ദൈവസന്നിധി വേർതിരിക്കപ്പെട്ട് ജീവിക്കുന്ന, ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കുന്ന, ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ജീവിച്ചില്ലെങ്കിലും ഇനി അതിന് ആഗ്രഹമുള്ളവളെയും ആഗ്രഹമുള്ളവനെയും പുറത്തു കൊണ്ടുവരുന്ന ഒരു വർഷമാണ്. ദൈവാത്മാവ് അതിനായിട്ട് ദൈവം നിങ്ങളെ തിരിക്കും. ലിസി സാം എന്ന് പറയുന്ന സിസ്റ്ററിനോട് പരിശുദ്ധാത്മാ പറയുന്നു, നിന്നെ പരാജയപ്പെട്ടു പോയി ഒത്തിരി വിഷയങ്ങൾക്കകത്ത് എനിക്ക് കർത്താവ് മറുപടിയില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ദിവസങ്ങൾ മുമ്പിലേക്ക് പോകുന്നു. കർത്താവ് ഇതിനൊരു പരിഹാരമില്ലേ എന്ന് ചോദിച്ചതിന്റെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2026 രണ്ടാമത്തെ ദിവസം പറയുന്നു, പരിഹാരം ഉണ്ട്. നിന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. എക്സാക്റ്റ് ആയിട്ടുള്ള ദൈവിക പരിഹാരത്തിന് വേണ്ടി ദൈവം നിന്നെ മുമ്പിലേക്ക് കൊണ്ടുവരും. സ്തോത്രം. ഇനിയും നീ അനുഭവിച്ച വലിയ പ്രതിസന്ധികൾ നിനക്ക് മുമ്പിൽ കടന്നു വരാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, പ്രതിസന്ധികൾ നിന്നെ തകർക്കത്തില്ലെന്നും നിന്നെ തളർത്തത്തില്ലെന്നും, മറ്റുള്ളവർ നീ അനുഭവിക്കാൻ പോകുന്ന ചില വിഷയങ്ങൾക്കകത്തേക്ക് ദൈവം നിന്നെ കയറ്റി നിർത്തും. വ്യക്തമായി മനസ്സിലാക്കണേ, ദൈവം കയറ്റി നിർത്തുന്നതാണ്. ദൈവം കയറ്റി നിർത്തുന്ന ചില പ്രതിസന്ധികൾ അത് മറ്റുള്ളവർ അഭിമുഖീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് താങ്ങാനോ അവർക്ക് അതിൽ ജയിക്കാനോ കഴിയത്തില്ല. പക്ഷെങ്കിൽ ദൈവം നിന്നെ ജയിപ്പിക്കാൻ വേണ്ടി ചില സാധ്യതകളിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുന്നു. സ്തോത്രം. ചില വിഷയങ്ങൾക്കകത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുന്നു. ചില വെല്ലുവിളികൾക്കകത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ പോകുന്നു. ഗോലിയാത്തിനെ നേരിടുന്ന ദാവീദ് ഒറ്റയ്ക്കാണ് കേട്ടോ. സ്തോത്രം. ദാവീദിനെ പരിശീലിപ്പിച്ച വിഷയങ്ങൾ അവന്റെ പിന്നിലുണ്ട്. സ്തോത്രം. അത് അവന് മാത്രമേ അറിയത്തുള്ളൂ. അവൻ ടെസ്റ്റ് മണി പറയുന്നുണ്ട്, ഞാൻ കാട്ടിലായിരുന്നപ്പോൾ എൻ്റെ അപ്പൻ്റെ ആടുകളെ പിടിക്കാൻ വന്നതിനെ ഞാൻ തകർത്ത് കളഞ്ഞു. എങ്ങനെ? ദൈവത്തിന്റെ കൃപയാൽ ഞാൻ തകർത്ത് കളഞ്ഞെന്ന് ദാവീദ് ടെസ്റ്റ് മണി പറയുന്നുണ്ട്. ആ ടെസ്റ്റ് മണിയുടെ അടിസ്ഥാനത്തിലാണ് അവൻ മുമ്പോട്ട് കൊണ്ടുപോയത്. പരിശുദ്ധാത്മാവ് സിസ്റ്ററിനോട് ഇങ്ങനെ പറയുന്നു, നിന്റെ ടെസ്റ്റ് മണി കേൾക്കാൻ പോലും ആളുകൾ നിന്നില്ലെങ്കിലും ദൈവാത്മാവ് പറയുന്നു, നിന്നെ ധൈര്യമുള്ളവളാക്കി പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരുന്ന ചില വെല്ലുവിളികൾ നിന്നെ വെല്ലുവിളിച്ച് നിൽക്കുന്നത് ആ വെല്ലുവിളികളെ തകർത്ത് കളയുന്ന ഒരു ആത്മധൈര്യം നിന്റെ മേൽ കർത്താവ് പകരാൻ പോകുന്നു. ചില ഫിയർ ആയിട്ടുള്ള ഭയം കയറി പറ്റിയിരിക്കുന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ശാസിക്കുന്നു. ഇന്ന് അധൈര്യപ്പെടുത്തി കളഞ്ഞ, ധൈര്യം ചോർത്തിക്കളഞ്ഞ ചില വിഷയങ്ങളെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്ത് ഈ പകൽക്കാലം കൊണ്ടുവരുന്നു. നിന്നെ ചില വെല്ലുവിളിയുടെ വിഷയങ്ങളുടെ നടുവിൽ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കും. നീ ഒരു ബോൾഡ് ആണെന്നുള്ള വ്യക്തിത്വമാണെന്ന് ദൈവം നിന്നെ തെളിയിക്കാൻ പോകുന്നു. അതിലുപരി ദൈവനാമം നിന്നിലൂടെ ഉയർത്തപ്പെടാൻ പോകുന്നു എന്നുള്ളതും ദൈവത്തിന്റെ ആലോചനകൾക്കകത്ത് വ്യക്തമാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കയറ്റി നിർത്തുന്ന ചില വെല്ലുവിളികളുടെ പ്രശ്നങ്ങളായിരിക്കും. ആ പ്രശ്നങ്ങളുടെ നടുവിൽ പതറിപ്പോകാനല്ല ദൈവത്തിന് പദ്ധതിയുള്ളത്, മറിച്ച് ആ പ്രശ്നങ്ങൾക്കകത്തൂടെ നിന്നെ ദൈവം തെളിയിപ്പിക്കണം. നിന്നെ പലരും
അവൾക്ക് ധൈര്യമില്ലെന്നും അവൾ ഇങ്ങനെയാണെന്നും അവൾക്ക് അത്രമേ ഉള്ളെന്നും ഒന്നൊക്കെ അളവ് വച്ചിരിക്കുന്നതിനെ പൊട്ടിക്കുന്ന ഒരു ദൈവിക ചൈതന്യവും പൊട്ടിച്ചു കളയുന്ന ഒരു ആത്മാവിന്റെ ശക്തിയും നിന്റെ മേൽ വെളിപ്പെട്ട് വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ശക്തമായൊരു നിയോഗം തരുന്നു. ലിസിസ്റ്ററിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. തലയിലൊന്ന് കൈവെക്കാവോ? സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ. ധൈര്യം ചോർത്തിക്കളയുന്ന വിഷയങ്ങളുടെ നടുവിൽ ആത്മാവിൽ ഇന്ന് പറഞ്ഞ വചനത്തിന്റെ ശക്തി അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കഴിയത്തില്ല. ഉയരത്തിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ദാനമായി നൽകുന്നത് ഒന്ന്, കർത്താവിന്റെ മകളുടെ ശിരസിൽ മേൽ മുതൽ പാദങ്ങളിൽ ശരീരത്തിന്റെ അകത്തും പുറത്തുമായി വെളിപ്പെട്ട് വരാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ച് അവനതിനെ ഡിക്ലെയർ ചെയ്യുന്നു. ദൈവത്തിന്റെ ആത്മാവ് പുറത്തു കൊണ്ടുവരട്ടെ. പുത്തൻ അഭിഷേകം, പുത്തൻ ദൈവിക നിറവ്, പുത്തൻ നിയന്ത്രണം പരിശുദ്ധാത്മാവ് കർത്താവിന്റെ മകളെ പുറത്തു കൊണ്ടുവരട്ടെ. മിനി സിസ്റ്ററിനോട് ദൈവാത്മാവ് പറയുന്നു, മിനി മാത്യു, അവൻ ഈ വർഷം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ് കേട്ടോ. സ്തോത്രം. കാണുമ്പോൾ വിഷമങ്ങളൊന്നുമില്ലെങ്കിലും, കാണുമ്പോൾ ആമേൻ എല്ലാവർക്കും തോന്നും കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെങ്കിൽ ഉള്ളിന്റെ ഉള്ളിലും ചില പ്രതിസന്ധികൾക്കകത്തൂടെയും ആമേൻ കടന്നു പോകുന്ന സാഹചര്യമാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് കേട്ടോ, ദൈവം പരിശീലിപ്പിച്ചത് ആമേൻ വെറുതെയല്ല. നിന്നെ കർത്താവ് ധൈര്യമുള്ളവളായി തന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നു. ഈ വർഷം അതിൻ്റെ ആമേൻ നിമിഷങ്ങളായിരിക്കും. വലിയ ദൈവപ്രവൃത്തിയുടെ കരം പരിശുദ്ധാത്മാവ് അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നു. സിസ്റ്ററെ, കർത്താവ് വലിയൊരു ദൈവപ്രവൃത്തി ആമേൻ വെളിപ്പെടുത്താൻ പോകുന്നു. കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധത്തിൽ തന്നെ ഒരു വലിയ ദൈവപ്രവൃത്തി ആമേൻ നിങ്ങളിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. നിങ്ങൾ പറഞ്ഞിട്ടും നിൽക്കാതെ പോകുന്ന ചില വിഷയങ്ങളുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പരിഹാരമില്ലാതെ കിടക്കുന്ന ചില വിഷയങ്ങളുണ്ട്. നിങ്ങൾ ഇത്രയും ദൈവസന്നിധിയിൽ വില കൊടുത്തു നിന്നിട്ടും അവൻ ഇത്രയും താല്പര്യത്തോടെ ദൈവസന്നിധിയിൽ കൂടിയിട്ടും അവൻ വില കുറച്ച് കാണുന്ന, അവൻ വിലയില്ലാത്ത ഒത്തിരി വിഷയങ്ങളും സാഹചര്യങ്ങളും വ്യക്തിത്വങ്ങളും നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിലുണ്ട്. പക്ഷെ ദൈവാത്മാ പറയുന്നു, അതിൻ്റെ മുമ്പിൽ അവൻ നിങ്ങളെ ചില വെല്ലുവിളികൾ ഏറ്റെടുത്ത് അവൻ നിങ്ങളായി തന്നെ പുറത്തു വരുന്ന ഒരു ദിവസങ്ങളായിരിക്കും. അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആത്മധൈര്യം, പരിശുദ്ധാത്മാവ് തരുന്ന ആത്മധൈര്യമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. സ്തോത്രം. അപ്പോൾ ആത്മവിശ്വാസം ഉള്ളവളാക്കി ദൈവാത്മാവ് ഗോലിയാത്തിനെതിരെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ഇറങ്ങി വന്ന ദാവീദിനെ പോലെ ആമേൻ ആത്മവിശ്വാസമുള്ളവളായും ആത്മധൈര്യമുള്ളവളായും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുന്ന സമയങ്ങളായിരിക്കും. സ്തോത്രം. നിമ്മി സിസ്റ്ററിനോട് പരിശുദ്ധാത്മാ പറയുന്നു, അവൻ വ്യക്തമായി പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ ഈ വർഷങ്ങളിൽ അവൻ നീ ആഗ്രഹിച്ചതിന് അപ്പുറമായിട്ട് ഒത്തിരി നിറയണമെന്നും ഒത്തിരി ആത്മാവിന്റെ തലത്തിൽ മുന്നേറണമെന്നും ഒക്കെ ഒത്തിരി ആഗ്രഹമുള്ളവളാണ്. പക്ഷെങ്കിൽ അവൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടെങ്കിലും വേണ്ടും പോലെ അവൻ അത് ഉപകരിക്കപ്പെടാനോ വേണ്ടും പോലെ അതിലേക്ക് മുന്നേറി വരാനോ കഴിയാത്ത സിറ്റുവേഷനുകൾ മുമ്പിലുണ്ട്. പക്ഷെ ദൈവാത്മാ പറയുന്നു, കർത്താവ് നിറയ്ക്കുന്ന സമയങ്ങളായിരിക്കും. അവൻ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന സമയങ്ങളായിരിക്കും ഈ വർഷം. ആമേൻ. അതിൻ്റെ അകത്ത് മാറ്റമില്ല. ഈ വർഷം തുടക്കത്തിൽ ഈ ദൂത് കേട്ടെങ്കിൽ ഈ ഇയർ എൻഡിന്റെ അകത്ത് മീറ്റിംഗിന്റെ അകത്ത് പ്രത്യേകം നോട്ട് ചെയ്യത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഇന്ന് മുതലുള്ള 12 മാസങ്ങൾക്കകത്തും ദൈവാത്മാവ് ചലിപ്പിച്ചിരിക്കും. സ്തോത്രം. ദൈവത്തിന്റെ ചലനങ്ങൾ ജീവിതത്തിന്റെ അകത്ത് ദൈവം ചെയ്യിക്കാൻ പോകുന്നു. ഒത്തിരി ചലിക്കാതെ കിടക്കുന്ന വിഷയങ്ങളുണ്ട് കേട്ടോ. ചലിക്കാതെ കിടക്കുന്നത് ആമേൻ, അത് ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ചില വിഷയങ്ങളാണ്. ആമേൻ. ആ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി അവൻ അതിന്റെ ശക്തിയോടും അതിന്റെ വ്യക്തതയോടും കൂടെ ദൈവാത്മാവ് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇരുട്ടിന്റെ അകത്തു നിന്നും ആ വിഷയങ്ങൾ പുറത്തു വന്നിരിക്കും. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ അകത്തുനിന്ന് പരിവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആമേൻ ഇനി ഒരിക്കലും
ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞ് കിടക്കുന്ന ചില വിഷയങ്ങൾ, ഇനി ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ് കിടക്കുന്ന വിഷയങ്ങൾ, ആത്മാവിൻ്റെ ഒരു വലിയ നിവർത്തി, പ്രവൃത്തി, ആമേൻ, നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുമ്പോൾ ആമേൻ ആ വിഷയങ്ങൾ ദൈവം തിരിക്കാൻ പോകുന്നു. സ്തോത്രം. ആ വിഷയങ്ങളെ കർത്താവ് തിരിപ്പിച്ചിട്ട് വലിയ ദൈവപ്രവർത്തികളുടെ കാര്യങ്ങളുടെ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വർഷങ്ങൾക്കകത്ത് ഡിസംബർ മാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മറുപടി തരും കേട്ടോ. ഇത് പർട്ടിക്കുലർ ആയിട്ടൊരു വിഷയമാണ്, എല്ലാ വിഷയങ്ങളും അല്ല. പർട്ടിക്കുലർ ആയിട്ടുള്ള ഒറ്റ വിഷയത്തിന്റെ മുകളിൽ സാക്ഷ്യം പറയിക്കത്തക്ക നിലവാരത്തിൽ പകുതി മാസമാകുമ്പോൾ 6 മാസത്തിന്റെ അകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. അതിന്റെ ടെസ്റ്റ് മണി അവൻ പറയുന്ന സമയങ്ങൾ അവൻ ഉണ്ടായിരിക്കും. ഈ വർഷം കർത്താവ് അവൻ പൂർത്തീകരിക്കുന്ന വർഷമായിരിക്കും, അവൻ പുതുക്കുന്ന വർഷമായിരിക്കും, നിറയ്ക്കുന്ന വർഷമായിരിക്കും. ദൈവപ്രവൃത്തി അങ്ങനെ തന്നെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വിലപ്രദാസൻ VL മാത്യു ദൈവദാസനോട് പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, ഒരു വലിയ ദൈവിക അധികാരം കർത്താവ് ഈ ടൈമിൽ ദൈവത്തിന് പകർന്നു തരാനുണ്ട്. സ്തോത്രം. നമുക്കറിയാം, കർത്താവിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട സമയത്ത് താൻ തൻ്റെ ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാനിരുന്നൊരു സമയമുണ്ട്. മറുരൂപമല എന്ന് പറയും, നമുക്കറിയാവുന്ന കാര്യമാണ്. സ്തോത്രം. ദൈവാത്മാവ് അങ്ങനെ എന്നെ കണക്ട് ചെയ്യിപ്പിക്കുന്നു. ആ മറുരൂപമലയ്ക്കകത്തേക്ക് അവർ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവർ അന്ന് വരെ കണ്ടത്, കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടത് അവൻ ധരിച്ച വസ്ത്രം മുഷിഞ്ഞതായിട്ടാണ് കണ്ടത്. എന്നാൽ അവൻ പ്രാർത്ഥിക്കാൻ പോയി, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, അവിടെ അങ്ങനെ ഒരു വേട് കാണുന്നു, അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ വസ്ത്രം അത് മിന്നിത്തിളങ്ങാനിടയായി തീർന്നു. മിന്നിത്തിളങ്ങുന്ന ആ മാത്രയിൽ ശിഷ്യന്മാർക്ക് അന്നാണ് പിടികിട്ടിയത്. 2 കാര്യമുണ്ട്. ഒന്ന്, അവർ ഗലീലയിൽ വെച്ച് സ്നാനപ്പെടുന്ന സമയത്ത് അവർ തിരിച്ചറിഞ്ഞു ഇവൻ ദൈവത്തിന്റെ പുത്രനെന്നും ഇവനിലൂടെ ദൈവപ്രവൃത്തി നടക്കുമെന്ന് സ്വർഗം തുറന്നെന്നൊക്കെ തിരിച്ചറിഞ്ഞെങ്കിലും മറുരൂപമലയിൽ ഇരുന്നപ്പോൾ ഒരു പ്രത്യേകമായിരിക്കുന്ന നോട്ട് ചെയ്യുന്ന ചില വിഷയങ്ങൾ ദൈവത്തിൽ നിന്നുള്ളത് അവർക്ക് ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് വരികയാണ്. എന്താണെന്ന് അറിയാമത്? അധികാരത്തിന്റെ ചില പുതപ്പ, അധികാരത്തിന്റെ ചില സാധ്യതകൾ ദൈവാത്മാവിനാൽ അവർ കാണുകയാണ്. സ്തോത്രം. യേശുവിനോടുകൂടെ പന്തിരുവർ നടന്നപ്പോഴും ഇരുന്നപ്പോഴും എല്ലാ പ്രാവശ്യവും മനസ്സിലാകാത്തതൊന്ന്, മറുരൂപമലയിൽ പ്രാർത്ഥിക്കാൻ കയറിയിരുന്നപ്പോൾ മനസ്സിലാക്കിയതുപോലെ അവന്റെ മുഷിഞ്ഞ വസ്ത്രത്തിന്റെ അകം ആ വസ്ത്രത്തെ ദൈവം വെളുപ്പിച്ചു. സ്തോത്രം. അത് തിളക്കമുള്ളതാക്കി മാറ്റിയപ്പോൾ അതുവരെ ഇരുട്ടിന്റെ ശക്തികളും ഇരുട്ടിന്റെ ദൂതന്മാരും ചിന്തിച്ചിരുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെ അല്ലെന്നുള്ളത് ശിഷ്യന്മാർ മനസ്സിലാക്കിയതുപോലെ ചിലരെ ദൈവം നിങ്ങളെ കൊണ്ട് മനസ്സിലാപ്പിക്കാൻ പോകുന്നു. ഈ നാളുകളിൽ കർത്താവിന്റെ ദാസൻ ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ പുറകോട്ട് മാറി നിൽക്കുന്നുണ്ട്. ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥനയിൽ ചില ധൈര്യത്തോടെ ചില വിഷയങ്ങൾക്കകത്തേക്ക് മുമ്പോട്ട് വന്നിട്ട് ദൈവാത്മാവിന് ചില പൂർത്തീകരണങ്ങൾ കർത്താവിന് നടത്താനുണ്ട്. പക്ഷെങ്കിൽ ഒരു കാര്യത്തിനും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തതുപോലെ മനസ്സ് മടുപ്പിച്ചു കളഞ്ഞ ആ മേഖലകളിലേക്ക് കയറാൻ കഴിയാതെ എൻ്റെ ജീവിതം മാത്രം നോക്കി പോയാൽ മതി, ജസ്റ്റ് എനിക്ക് പോയാൽ മതി എന്നുള്ള തോന്നിപ്പിക്കുന്ന പൈശാചിക ചിന്തകളുടെ മേലും ഒരു ദൈവപ്രവൃത്തിയും ഒരു ദൈവികമായ അഭിഷേകത്തിന്റെ കരവും അതിനെ മേൽ ചലിച്ചിട്ട് ചില വിഷയങ്ങളുടെ നടുവിൽ ദൈവം നിങ്ങളെ തെളിയിപ്പിച്ച യേശുക്രിസ്തുവിനെ തെളിയിപ്പിച്ചതുപോലെ കൂടെ നടന്ന ചിലരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വ്യക്തിത്വമായി ബന്ധപ്പെട്ട് ദൈവത്തിന് തെളിയിക്കാനുണ്ട്. സ്തോത്രം. അതുവരെയും ഇരുട്ടിന്റെ ശക്തികളും ഇരുട്ടിന്റെ ദൂതന്മാരും യേശുക്രിസ്തുവിനെ കണ്ടത് വ്യത്യസ്തമായിരുന്നു, പന്തിരുവരും കണ്ടത് വ്യത്യസ്തമായിരുന്നു. പക്ഷെ തിളക്കമുള്ളത് അവന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രമായിരുന്നു.
ആ വസ്ത്രത്തെ കാണിക്കുന്നതാണ് ദൈവിക അധികാരം. സ്തോത്രം. ദൈവിക അധികാരങ്ങളുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കർത്താവ് ചിലത് തുടങ്ങാൻ പോകുന്നു കേട്ടോ. നിർത്തിയിട്ടില്ല, ചിലത് തുടങ്ങാൻ പോകുന്നു. എവിടെയാണോ നിർത്തിവെച്ചത്, ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ഏത് ശുശ്രൂഷയുമായിട്ടാണോ കർത്താവ് പർട്ടിക്കുലറായിട്ട് തന്നത്, ആ പർട്ടിക്കുലറായിട്ട് തന്നിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവാത്മാ പറയുന്നു, വീണ്ടും അതിനെ പൊടി തട്ടിയെടുക്കുന്നത് പോലെ വീണ്ടും അതിലേക്ക് ആകാൻ ധൈര്യം കാണിക്കാനും ആത്മവിശ്വാസം കാണിക്കാനും അധികാരത്തിന്റെ ശക്തിയോടെയും പ്രാർത്ഥന ആ ചില വിഷയങ്ങൾക്ക് വേണ്ടി നിയന്ത്രിക്കപ്പെടാനും ദൈവസന്നിധിയിൽ ഒരുങ്ങി വരാൻ പരിശുദ്ധാത്മ ദൈവദാസനോട് ദൂത് പറയുന്നു. നിങ്ങളെ തെളിയിക്കുന്ന വർഷമായിരിക്കും. കൂടെ നടക്കുന്ന പന്തിരുവർക്ക് മനസ്സിലാകാത്ത കാര്യം പ്രാർത്ഥനയിൽ വെളിപ്പെട്ട് വന്നതുപോലെ ഈ ദിവസങ്ങളിൽ വേർതിരിക്കപ്പെടുന്ന ചില പ്രാർത്ഥനകൾക്കകത്ത് ഇതുവരെയും കൂടെ നടന്നവർക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ദൈവത്തിന് പുറത്തു കൊണ്ടുവരാനുണ്ട്. ആ പുറത്തു കൊണ്ടുവരുന്ന ദൈവിക പദ്ധതികൾ, ആ പദ്ധതികൾക്കകത്ത് 3 കാര്യം വെളിപ്പെട്ടിരിക്കും. 1, ആത്മാവിലുള്ള ധൈര്യം വെളിപ്പെട്ടിരിക്കും. 2, ആത്മവിശ്വാസം വെളിപ്പെട്ടിരിക്കും. 3, കർത്താവിന്റെ അധികാരം വെളിപ്പെട്ടിരിക്കും. ഈ 3 കാര്യങ്ങളും വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വരുമ്പോൾ മാത്രമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് വരുമ്പോൾ മാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുന്നവൾക്കും പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുന്നവനും പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെടുന്ന ദൈവദാസനും ദൈവദാസിക്കും ഈ 3 കാര്യങ്ങളും വെളിപ്പെട്ട വന്നിരിക്കും. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ 3 കാര്യങ്ങൾ പറയാനുള്ള സമയം പോലും കിട്ടിയില്ല. സ്തോത്രം. അപ്പോൾ ദൈവാത്മാവ് നിയോഗം തരുന്നത് പോലെ ഞാൻ പറഞ്ഞു വിടുകയാണ്. വിഷയങ്ങൾ നമുക്ക് പെട്ടെന്ന് പ്രസംഗിച്ച് തീർക്കാം, പക്ഷേ ദൈവാത്മാവ് തരുന്ന നിയന്ത്രണത്തിന്റെ അകത്തും നിയോഗത്തിന്റെ അകത്തും നിൽക്കുന്നത് കൊണ്ട് എല്ലാ പോയിന്റുകളും പിടിയിട്ടില്ലെങ്കിലും എല്ലാ പോയിന്റുകളും മനസ്സിലാക്കിയില്ലെങ്കിലും 3 കാര്യം വ്യക്തമാണ്. ദൈവത്തിന്റെ 3 അടയാളങ്ങൾ പരിശുദ്ധാത്മാവിലെ നിറയുന്ന എന്നെ കേട്ട ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ അയച്ചിട്ടുണ്ട്. ചില അന്ധകാര ശക്തികൾ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നത്തില്ല, പക്ഷെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിന്റെ അകത്ത് ദൈവാത്മാവ് ചില പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞു. ഇത് റിസീവ് ചെയ്ത കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരു ചോദ്യമെങ്കിലും ചോദിച്ച ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഇതിന് എഗനസ്റ്റ് ആയിട്ടാണ് ചിന്തിച്ചതെങ്കിൽ പോലും ദൈവാത്മാവ് പറയുന്നത് നിന്റെ ജീവിതത്തിൽ വരെ ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ട്. ആരെന്ന് എനിക്കറിയത്തില്ല. ദൈവാത്മാവ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി വരെ ദൈവത്തിന്റെ ചില കാര്യങ്ങൾ അത് ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് ശക്തമായി ചെയ്തിട്ടുണ്ട്. ചില പിതാക്കന്മാരിട്ട ചില അതിരുകളെ, സ്തോത്രം, സ്ഥലമായി സംബന്ധിച്ചല്ല, ചില പിതാക്കന്മാരിട്ട അതിരുകളെ കണ്ണിച്ചു കളയുന്ന ആത്മവിശ്വാസത്തിലേക്കും നിയന്ത്രണത്തിലേക്കും ആത്മാവിന്റെ ശക്തിയിലേക്കും പുതിയ ജീവിതത്തിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവരും. ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ആത്മാവ് നിറഞ്ഞവരായി നടക്കുക. ദുർനടപ്പുള്ള കാലഘട്ടമാണ്. പൈശാചിക മണ്ഡലങ്ങൾ വളരെ ശക്തമായി ചലിക്കുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യ ജീവിതങ്ങൾക്കകത്തൂടെ നമ്മളെ തകർത്ത് കളയാനും നമ്മളെ ഇല്ലാതാക്കാനും ചലിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, വചനം വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളുടെ അല്ല. പക്ഷെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ജഡരക്തങ്ങളിൽ ചില വ്യക്തികളിലൂടെ നമുക്ക് പോരാട്ടങ്ങൾ ഉണ്ടാകുന്നു. സ്തോത്രം. അത് പൈശാചികന്റെ തന്ത്രമാണ്. ഈ തന്ത്രത്തെ പൊളിക്കുന്നത് 1 പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയും. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞാൽ ആത്മധൈര്യം നമ്മളിൽ വെളിപ്പെടും. ആത്മധൈര്യം നമ്മളിൽ വെളിപ്പെട്ടാൽ ആത്മവിശ്വാസം നമുക്കുണ്ടായിരിക്കും. ആത്മവിശ്വാസം നമുക്കുണ്ടായാൽ ദൈവത്തിന്റെ അധികാരത്തിന്റെ പുതപ്പ് നമ്മളിൽ മേൽ ദൈവാത്മാവ് പകരും. ഈ വർഷം ദൈവാത്മാവ് നമ്മളെ നിറയ്ക്കുന്ന വർഷമായി തീരട്ടെ. നമ്മളെ ഒത്തിരി കാര്യങ്ങൾക്കകത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽമെന്റ് കൊണ്ടുവരട്ടെ. ദൈവം കംപ്ലീറ്റ് ആക്കുന്ന വർഷങ്ങളാകട്ടെ. ഒത്തിരി വിഷയങ്ങൾ കംപ്ലീറ്റ് ആകാതെ കിടക്കുന്നത്, ഒത്തിരി വിഷയങ്ങൾ ചില പണികളുമൊക്കെയായി ബന്ധപ്പെട്ട്, ഭവനം പണിയുമായി ബന്ധപ്പെട്ട്, മറ്റുള്ള
ഒത്തിരി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കംപ്ലീറ്റ് ആകാതെ കിടക്കുന്ന ചില വിഷയങ്ങളൊക്കെ ദൈവാത്മാവ് അവൻ മറുപടി തരാൻ പോകുന്നു. അവൻ കംപ്ലീറ്റ് ദൈവമാക്കിയിരിക്കും, പൂർണ്ണതയിലേക്ക് കൊണ്ടിരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, മറന്നു പോകരുത്, ആത്മാവിൽ നിറയപ്പെടാൻ നിങ്ങൾ പുറകോട്ട് പോകരുത്. ആത്മാവിന്റെ നിറവിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. ആത്മാവിന്റെ ശക്തിയോടെ മുൻപിലേക്ക് വരാം. പൗലോസ് പറഞ്ഞത് അത് റിക്വസ്റ്റ് അല്ല, കമാൻഡാണ്. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുകയും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തു പോകണമെന്നാണ്. അപ്പോൾ രണ്ട് കാര്യം വ്യക്തമാണ്. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായി സംസാരിക്കണം. ആവശ്യമില്ലാതെ സംസാരിക്കാൻ പോകരുത്. ഒത്തിരി കാര്യങ്ങൾ ആവശ്യമില്ലാത്ത സംസാരിക്കേണ്ടുന്ന വാക്കുകൾ നമ്മുടെ മുമ്പിൽ വരും. പക്ഷെ ദൈവാത്മാവ് നിയന്ത്രിക്കട്ടെ. ദൈവാത്മാവ് നമ്മളെ അതിനായിട്ട് ശക്തീകരിക്കട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രണം നമ്മുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്നെ നിയന്ത്രിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്, ഒത്തിരി വാക്കുകളുണ്ട്, ഒത്തിരി എൻ്റെ ജീവിതത്തിലുള്ള ദൈവിക പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് അതിലേക്ക് കടന്നു വരാതിരിക്കുന്ന എന്നെ നിയന്ത്രിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലും ഈ കേൾക്കുന്ന സമയങ്ങളിലും ആമേൻ, എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെയും ആമേൻ നിയന്ത്രിക്കപ്പെടാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് എന്നെ പുറത്തു കൊണ്ടുവരണമേ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമല്ലോ, സമർപ്പിക്കാമല്ലോ. നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടെ ഈ പ്രത്യേക മീറ്റിങ്ങിൽ ആമേൻ എന്നെ ക്ഷണിച്ച ആമേൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസിക്കും ഇന്ന് വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് അല്പസമയം നീണ്ടുപോയിട്ടുണ്ട്, ദൈവനാമത്തിൽ ക്ഷമിക്കുക. ദൈവത്തിന്റെ ദൂതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ആമേൻ മുമ്പോട്ട് പോയതുകൊണ്ടാണ്. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുക, ഞങ്ങളെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാം, ഇവിടെയും ഈ ഗുജറാത്തിൽ വലിയ പ്രോബ്ലങ്ങളൊന്നും ഇല്ലാതിരുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് ചില പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്നു. സ്തോത്രം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ആമേൻ ഞാൻ ചോദിക്കുന്നു. ദൈവം നമ്മളെ ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ വിനയാൻറ്റിക്കും ഈ പ്രേയറിൽ കൂടുന്ന എല്ലാ ദൈവമക്കൾക്കും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ഈ വർഷം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ, നിയന്ത്രിക്കട്ടെ. ദൈവാത്മാവ് നമ്മളെ ആമേൻ ഫുൾഫിൽമെന്റിലേക്ക് കൊണ്ടുവരട്ടെ, കംപ്ലീറ്റ് ആകട്ടെ. ആമേൻ. ഒത്തിരി വിഷയങ്ങളുടെ നടുവിൽ ദൈവപ്രവൃത്തി ചലിക്കട്ടെ. അതിനായി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. ആമേൻ.